8 രാജ്യങ്ങളിൽ അരുൺ സന്ദർശിച്ചിട്ടുണ്ട്. അതും ഒരു കൊല്ലം കൊണ്ട് സൈക്കിളിൽ. എനിക്ക് മനുഷ്യരെ കാണണം, മനുഷ്യരെ അറിയണം. ചന്ദ്രനിലേക്ക് കൊല്ലം പോകും. ഇനി പെൺകുട്ടികൾ വന്ന് വിളിച്ചാൽ ഞാൻ വേണ്ടെന്ന് പറയില്ല. ഇതാണ് നമ്മുടെ കുട്ടേട്ടന്റെ പ്രശ്നം. പുള്ളിക്കാരനും അങ്ങനെ തന്നെ അല്ലേ കുട്ടേട്ട? റോഡമണ്ടിയിൽ നിന്ന് ലോൺ എടുത്ത് യാത്ര പോയി ആദ്യത്തെ സൈക്കിളുകാരനാണോ താങ്കൾ? ആയിരിക്കാം സാർ. ഞാൻ അവസാനം ഉണ്ടായിരുന്ന രാജ്യത്ത് ഇങ്ങനെ നടക്കുമ്പോൾ എന്നെ ഒരു കല്യാണത്തിന് അവർ വിളിച്ചു. വലിയ രസമാണ് അവരുടെ കല്യാണം, ആഘോഷം, ഫണ്ണാണ്. താങ്കൾക്ക് പല രാജ്യങ്ങളിലും ഗേൾ ഫ്രണ്ട്സ് രാജ്യാന്തര തലത്തിൽ പടന്നു കിടക്കുന്നു. അല്ല, തായ്ലൻഡിൽ കാട്ടിലും കാണാൻ പറ്റുമോ? നമ്മളിവിടെ ഇരിക്കുമ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരം പോകുക എന്ന് പറഞ്ഞാൽ ട്രെയിനിൽ പോകുമ്പോൾ നമ്മൾ ഇരിക്കുകയല്ലേ ട്രെയിനിൽ, അല്ലെ കിടക്കുന്നു. ട്രെയിനാണ് നീങ്ങുന്നത്. അതുപോലെ നമ്മളിപ്പോൾ ഒരു മണിക്കൂറിൽ ഒരു 1000 മൈൽ 1680 കിലോമീറ്റർ സ്പീഡിൽ നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. 1 കോടി എങ്ങാനും കിട്ടിയാൽ എങ്ങോട്ടായിരിക്കും യാത്ര? മ്യാൻമാർ തുറക്കണേ എന്നാണ്. ഇതിനേക്കാൾ വലിയ ജീവിത വിജയം എന്താണ്? ജർമ്മൻ ഷെഫ് ഉണ്ടായിരുന്നു, മാരിസൽ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ ഒരു ഇതുണ്ട്, ഇൻസ്റ്റെഡ് ഓഫ് ഇൻവെസ്റ്റിംഗ്, നമ്മൾ വലിയ വീടുകളിൽ, വലിയ കാറുകളിൽ, വലിയ പദവികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഇൻവെസ്റ്റ് ഇൻ യുവേഴ്സെൽഫ്. നിർഭാഗ്യവശാൽ താങ്കൾ പറഞ്ഞ ഉത്തരം, എന്റെ യാത്രക്കാര, താങ്കൾ മുഖപിടിച്ച് ഇവിടെ വീഴാൻ പോകുന്നു എന്ന് ചോദിച്ചാൽ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് മൈജി ഫ്ലവേഴ്സ് 1 കോടി. കാറൽ മാർക്സ് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർത്തുപോവുകയാണ്. മാറ്റമില്ലാത്തത് ഒന്നേ ഉള്ളൂ, അത് മാറ്റം മാത്രമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കിയിരിക്കുന്നത് നമ്മുടെ എണ്ണ കമ്പനികളാണ്. ഒരു ദിവസം പെട്രോളിന്റെ ഡീസലിന്റെ വില എഴുതാൻ പോലും പറ്റുന്നില്ല. അതിനു മുമ്പ് അടുത്ത വില വരും. അങ്ങനെ മാറ്റമില്ലാതെ തുടരുമ്പോൾ സൈക്കിളിന്റെ പ്രസക്തി ഏറി വരുന്നു. 10,000 കിലോമീറ്ററിലധികം, അതായത് 8ഓളം രാജ്യങ്ങളിൽ സൈക്കിളിൽ ചുറ്റി നടന്ന ഒരു മലയാളി അരുൺ തഥാഗതാണ് ഇന്ന് ഈ വേദിയിൽ, വിജ്ഞാനത്തിന്റെ ഈ വേദിയിൽ എനിക്കൊപ്പം മത്സരിക്കാൻ വരുന്നു അരുൺ തഥാഗത്. എന്താണ് തഥാഗത്? വട്ടത്തിൽ ചവിട്ടിക്കറക്കുമ്പോൾ മുന്നോട്ട് കുതിക്കുന്ന സൈക്കിളിന്റെ ചലന രഹസ്യം പോലെ ഏകാന്ത സഞ്ചാരങ്ങളുടെ രാജ്യാന്തര ലക്ഷ്യങ്ങളിൽ അവിശ്വസനീയമായ അടയാളപ്പെടുത്തലാണ് എറണാകുളം സ്വദേശി അരുൺ തഥാഗതിന്റെ ജീവിതം. എറണാകുളം അമ്പലമേട് പാറേക്കാട്ടിൽ വീട്ടിൽ കൂലിപ്പണിക്കാരനായ നാരായണപിള്ളയുടെയും വീട്ടമ്മയായ തങ്കമണിയുടെയും മകന് ലോകം തന്നെ വിശാലമായ ഒരു സൈക്കിൾ വൃത്തമാണ്. മൂന്ന് സഹോദരങ്ങളിൽ ഒരാൾ അരുണിനെ പോലെ തന്നെ രൂപസാദൃശ്യത്തിൽ കൗതുകമാകുന്നു. അനിൽകുമാർ, അനൂപ്, ശ്രീനാഥ് എന്നിവരാണ് പാറേക്കാട്ടിൽ വീട്ടിലെ ഈ സൈക്കിൾ സഞ്ചാരിയുടെ സഹോദരങ്ങൾ. റവന്യൂ വകുപ്പിൽ എറണാകുളത്ത് സ്പെഷ്യൽ വില്ലേജ് ഓഫീസറായി ജോലി ചെയ്യുന്ന അരുൺ തഥാഗതിന് ശമ്പളമില്ലാത്ത അവധി ദിനങ്ങളാണ് ലോകം കാണാനുള്ള മൂലധനം. 2019 സെപ്റ്റംബർ 19 മുതൽ 1 വർഷം അവധിയെടുത്ത് മ്യാൻമാർ, തായ്ലൻഡ്, മലേഷ്യ, ഇന്തോനേഷ്യ, കംബോഡിയ, വിയറ്റ്നാം, ലാവോസ് എന്നീ രാജ്യങ്ങളിലൂടെ ഒറ്റയ്ക്ക് സൈക്കിളിൽ സഞ്ചരിച്ച ആദ്യ മലയാളിയായി ചരിത്രത്തിൽ ഇടം നേടി ഈ ചെറുപ്പക്കാരൻ. സ്വന്തം അധ്വാനം ഇന്ധനമാക്കി അപരിചിതമായ തെരുവുകളിൽ മനുഷ്യജീവിതത്തിന്റെ വൈവിധ്യം നേരിട്ട് കണ്ടറിഞ്ഞ് അരുൺ തഥാഗത് യാത്ര തുടരുന്നു. വിസ്മയ യാത്രകളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ അറിവിന്റെ വേദിയിലേക്ക് സ്വാഗതം അരുൺ തഥാഗത്. സാർ നമസ്കാരം. നമസ്കാരം. അരുൺ, ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഈ തഥാഗതൻ ശ്രീബുദ്ധനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യമാണ്. താങ്കളുടെ പേരിന്റെ ഈ തഥാഗത് എന്താണ്? സാറേ, ഞാൻ നിരന്തരം യാത്ര പോകുമ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ ചോദിക്കും, അരെ ആപ്കാ സർനെയിം ക്യാ ഹേ അരുൺ എന്ന് പറയുമ്പോ നമ്മൾക്ക് ഇനീഷ്യൽ പാസ്പോർട്ടിലൊക്കെ പ്രശ്നമായിരാ നമ്മളെല്ലാവരും. അപ്പൊ സർനെയിം ക്യാ ഹേ, അവരുടെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതി അറിയുക, ഇതൊക്കെയാണ്. അപ്പൊ ഞാൻ നോക്കിയപ്പോ സർനെയിം പേരിനെ ഒരു മനോഹരമാക്കുന്ന ഒന്ന് തന്നെയാണ്. അതിലുപരി നമ്മൾ പലരും ആളുകളുടെ പേര്, അച്ഛന്റെ പേര്, ജാതി പേര്, അല്ലെങ്കിൽ
നാടിന്റെ പേര് കലാഭവൻ ഇങ്ങനെയൊക്കെ ഇടാറുണ്ട്. അപ്പൊ എന്റെ നാട്ടിൽ എല്ലാവരും ക്ലിന്റ് എന്നാണ് സാറിനെയും മിക്കവരുടെയും. കാരണം നമ്മുടെ അനശ്വര ചിത്രകാരൻ ക്ലിന്റിന്റെ പേരിലുള്ള റോഡാണ് ഞങ്ങളുടെ. ക്ലിന്റ് റോഡിലാണ് എന്റെ വീട്. അമ്പലമേട് ക്ലിന്റ് എന്ന് തന്നെയാണ് അതിന്റെ പേര്. അപ്പൊ എല്ലാവരും ഞങ്ങളുടെ അഡ്രസ്സിൽ വളരെ അഭിമാനത്തോടെ എഴുതിയ മിക്കൊരു സർനെയിമായിട്ട്. അപ്പൊ ഞാൻ കരുതി എന്നാ പിന്നെ എനിക്ക് ബുദ്ധനെ ഇഷ്ടമാണ്, യാത്രകളിൽ പലപ്പോഴും ബുദ്ധനുമായിട്ട് ഞാൻ ധാരാളം ബുദ്ധനെ വായിക്കാറുണ്ട്. അപ്പൊ കരുതി ഇത് പാലി ഭാഷയിലെ ഒരു വാക്കാണ്, വൺ ഹു അറ്റൈൻഡ് എൻലൈറ്റൻമെന്റ്, ബോധോദയം നേടിയെന്നൊക്കെയാണ് അതിന്റെ അർത്ഥം എന്നൊക്കെയാണ്. നേടാൻ പറ്റിയോ സൈക്കിളിന്റെ പുറത്ത് കയറി പോയിട്ട്? സാർ നമ്മള് ഇതുപോലും ഒരു പുതിയ ഉദയം ചെയ്തോ? തീർച്ചയായിട്ടും നമ്മൾ ഓരോ നിമിഷവും യാത്ര നമ്മളെ മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ് ബോധത്തിലേക്ക്. അപ്പൊ ശ്രീബുദ്ധനുമായി ബന്ധപ്പെട്ടാണ് ഈ തഥാഗത് എന്നിടാൻ കാര്യം. നന്നായി, അരുൺ തഥാഗത്. പേരിനൊരു ഗാംഭീര്യമുണ്ട്. അതെ, ആളെ കണ്ടില്ലെങ്കിലോ ആ പേര് വെക്കുമ്പോൾ ആൾക്കാർ ആളെ അയ്യ ഇതാണോ എന്ന് തോന്നിയെങ്കിലും പേര് അല്ല പ്രശ്നം, ഉള്ളിലുള്ള തലയിലെത്താണെന്നുള്ളതാണ്. തലയിലുണ്ടല്ലോ സാധനം. അപ്പോ അരുൺ 8 രാജ്യങ്ങളിൽ അരുൺ സന്ദർശിച്ചിട്ടുണ്ട്, അതും ഒരു കൊല്ലം കൊണ്ട് സൈക്കിളിൽ, അല്ലേ? അങ്ങനെ അതിനിടയ്ക്ക് സൈക്കിൾ വല്ലതും പഞ്ചറായി എവിടെയും കിടന്നോ? ഇല്ല സാർ, അത് പഞ്ചറാകാത്ത സൈക്കിളോ? സാറേ അത് ഞാൻ അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഇറക്കുമതി ചെയ്ത ഒരു ടയർ ഉപയോഗിച്ചു. അത് എവിടുന്ന് വരുന്നു പഞ്ചറാകാത്ത സൈക്കിള്? സായിപ്പന്മാരല്ലേ സാർ ഉണ്ടാക്കുന്നത്, ഇത് ഫിൻലാൻഡ് മെയ്ഡ് ആണ്. ഓക്കെ, ഏതൊക്കെ രാജ്യങ്ങളിൽ പോയി? സാർ ഞാൻ യാത്രയ്ക്ക് മുമ്പ് തന്നെ തീരുമാനിച്ചു രാജ്യങ്ങളുടെ എണ്ണം നമുക്കിപ്പോ അങ്ങനെ ഒരു 35 രാജ്യം, ഇപ്പൊ യൂറോപ്പിലൂടെ സഞ്ചരിക്കാൻ പറഞ്ഞ ഒറ്റ വിസയിൽ 10-28 രാജ്യങ്ങളിൽ സഞ്ചരിക്കാം. എണ്ണത്തിന് പ്രാധാന്യം കൊടുക്കില്ല എന്ന് ആദ്യം തീരുമാനിച്ചു. കിലോമീറ്റർ ഇത് രണ്ടും ഞാൻ നോക്കില്ല എന്ന് തീരുമാനിച്ചു. കിലോമീറ്റർ പ്രശ്നമല്ല, എണ്ണം പ്രശ്നമല്ല. എന്നെ സംബന്ധിച്ച് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുക, ആളുകളുമായിട്ട് സംവദിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് അതായിരുന്നു നിർബന്ധം. സന്ദർശിച്ച രാജ്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? ഏതൊക്കെയാണത്? ഉണ്ട്. നേപ്പാളിൽ സൈക്കിളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് വഴി മ്യാൻമാറിലേക്ക് കയറി, അവിടുന്ന് തായ്ലാന്റിലേക്ക് കയറി, തായ്ലാന്റിൽ നിന്ന് മലേഷ്യ, ദെൻ ഇന്തോനേഷ്യ, വീണ്ടും തിരിച്ച് തായ്ലാന്റിൽ വന്ന് കംബോഡിയക്ക് പോയി. കംബോഡിയയിൽ നിന്ന് നമ്മളെ വിയറ്റ്നാമിലേക്ക് കയറിയതും ബോർഡറിലെത്തി. എന്ന് അപ്പോഴേക്കുമാണ് ലോക്ക്ഡൌൺ എത്തിയും അവിടുന്ന് നമ്മളെ അകത്തേക്ക് കടത്തി വിട്ടില്ല. ഒരു ദിവസം എത്ര മണിക്കൂറൊക്കെ സൈക്കിൾ ചവിട്ടും? രാവിലെ മുതൽ ഞാൻ പരമാവധി നിർത്തും ഈ പരിപാടി. രാവിലെ തുടങ്ങിയാൽ ഞാൻ യാത്രയിൽ ആദ്യമൊക്കെ ഇതുപോലെ ചെയ്തു. എന്നാലും ഞാൻ തീരുമാനിച്ചു എന്റെ ബോഡീനെ സ്ട്രെയിൻ ചെയ്യിപ്പിച്ച് അങ്ങനെ പോകേണ്ട തീരുമാനിച്ചു. അപ്പൊ രാവിലെ 6 മണി 6:30 ആകുമ്പോഴേക്ക് ഇറങ്ങും. അപ്പൊ ഒരു ഗുണമുള്ള എന്താണെന്ന് പറഞ്ഞാൽ വെയിലില്ല, നമ്മൾക്കും ഊർജ്ജം കൂടുതലായിരിക്കും. അപ്പൊ രാവിലത്തെ പ്രഭാത കൃത്യങ്ങൾ മാത്രം, കുളിയൊന്നും ഇല്ല, അങ്ങനെ അങ്ങ് ഇറങ്ങുകയാണ് ചെയ്യണേ. എന്നിട്ട് ഒരു 10 മണി 11 ആകുമ്പോൾ ഏതെങ്കിലും മരച്ചോട്ടിലൊക്കെ എവിടെയെങ്കിലും ഒരു തണൽ കണ്ണെടുത്ത് അതിനിടയ്ക്ക് എന്റെ യാത്രയും വെറുതെ കൊണ്ട് സൈക്കിളിൽ അങ്ങ് പോവുകയല്ല. ഇപ്പൊ ഞാൻ പല ഫോറിനേഴ്സിനും പിന്നെ പരിചയപ്പെടുമ്പോൾ അവർ 100 കിലോമീറ്റർ 200 കിലോമീറ്റർ ഇപ്പൊ ഇവിടുന്ന് എറണാകുളം ഡെസ്റ്റിനേഷൻ മാത്രമാണ്, അവർക്ക് അതിൻ്റെ ഇടയില്ല. എന്നെ സംബന്ധിച്ച് ഇവിടുന്ന് എറണാകുളം എത്തണമെങ്കിൽ ചിലപ്പോൾ ഞാൻ 3 ദിവസം എടുത്തേക്കാം. ചിലപ്പോൾ ഇങ്ങനെ അത് കാണുന്ന വഴിക്ക് ഓരോ എടുത്ത് ഇറങ്ങി അവരുമായിട്ട് സംസാരിക്കും, അല്ലേ? അത്രയേ ഉള്ളൂ. പലപ്പോഴും ഞാൻ ബുദ്ധക്ഷേത്രങ്ങൾ എല്ലാ ഗ്രാമങ്ങളിലും ഞാൻ പോയ വഴിയെല്ലാം ബുദ്ധിസമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധ രാഷ്ട്രങ്ങളാണ് മിക്കതും. അപ്പോ ബുദ്ധക്ഷേത്രങ്ങളിൽ ചെല്ലും. ഒരു കൊല്ലത്തിനിടയിൽ അസുഖം കിടന്നു. എന്തുകൊണ്ടോ അതിനൊന്നുള്ള ഭാഗ്യം കിട്ടിയില്ല, അല്ലെങ്കിൽ ഭാഗ്യവശാലും ഒന്നും സംഭവിച്ചില്ല. ഞാൻ എന്ത് നേരിടാൻ പ്രിപ്പയർ ചെയ്താണ് ഇറങ്ങിയത്. ഞാൻ മനസ്സിലാക്കുന്നത് അരുണൊരു സർക്കാർ ജോലിയുണ്ട്. ഉണ്ട്, കഞ്ഞി കുടിക്കാനായിട്ട്. അത് ജോലിക്കൊക്കെ പോകാൻ പറ്റുമോ? ഒരു കൊല്ലമായിട്ട് ഓഫീസിലില്ല. 5 കൊല്ലമായിട്ട് അവധിയിലായിരുന്നു. 5 കൊല്ലമായിട്ട് അവധിയാണ്. ശമ്പളമോ മറ്റു ആനുകൂല്യം ഒന്നും ഇല്ലാണ്ട് അവധി എടുത്ത്. ഓക്കെ, അപ്പൊ യാത്രയാണ് നമ്മുടെ ഏറ്റവും പരമമായി ഇഷ്ടമുള്ള കാര്യം, അല്ലേ? എല്ലാവർക്കും ഇഷ്ടമല്ലേ സാർ യാത്ര? ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം അരുൺ. ഇനി മത്സര വേദിയിലേക്ക് താങ്കളെ കണ്ടതിൽ വളരെ സന്തോഷം, മത്സരിക്കാൻ വന്നതിലും സന്തോഷം. താങ്കളുടെ ഒരുപാട് അനുഭവങ്ങൾ ഈ പ്രേക്ഷകരുമായിട്ട് പങ്കിയ അനുഭവജ്ഞാനം ഒക്കെയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറിവിനേക്കാളും. അപ്പോൾ ആ ജ്ഞാനവും നമുക്കിന്നൊന്ന് അറിയണം. അപ്പൊ അരുൺ, നമുക്ക് അരുണിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് പ്രേക്ഷകരോടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്കറിയാം, പ്രധാനമായിട്ടും കുട്ടികൾക്ക് കുട്ടേട്ടനെ അയച്ചു കൊടുക്കാനുള്ള സംരംഭം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മത്സരാർത്ഥിയോട് മാത്രമല്ല, പ്രേക്ഷകരോടും നമുക്കൊരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ തെളിയുന്ന ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില ഡീറ്റെയിൽസ് ചോദിക്കും. ആ ഡീറ്റെയിൽസിന് മറുപടി ലഭിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ കുട്ടേട്ടനെ, അതായത് തിരഞ്ഞെടുക്കപ്പെട്ട 5 പേർക്ക് കുട്ടേട്ടനെ വീട്ടിൽ അയച്ചു കൊടുക്കും. ഈ കുട്ടേട്ടനല്ല, ഈ കുട്ടേട്ടന് 12 രീതികളുണ്ട്. അപ്പൊ ചെറിയൊരു കുട്ടേട്ടൻ്റെ ഇതിന്റെ ഒരു കുട്ടി പതിപ്പ് അയച്ചു കൊടുക്കും. പ്രേക്ഷകരോട് ഞാൻ ഇന്നത്തെ ചോദ്യം പറയാം. വട്ടത്തിൽ ചവിട്ടിയാൽ നീളത്തിൽ ഓടിപ്പോകുന്ന സാധനം എന്താണ്? ഇപ്പൊ തന്നെ നിങ്ങൾ ഉത്തരം അയച്ചോളൂ. ഉത്തരം അയച്ചു കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന 5 വിജയികൾക്ക് 5 കുട്ടേട്ടനെ അയച്ചു കൊടുക്കും. അപ്പോ QR കോഡ് സ്കാൻ ചെയ്തു ഇപ്പൊ തന്നെ. അപ്പൊ നമുക്ക് അരുൺ, നമുക്ക് അങ്ങനെ ഒരു മത്സരം കിടക്കട്ടെ. വളരെ സന്തോഷം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. അരുണിന്റെ കൂടെ ആരൊക്കെയാണ് വന്നിരിക്കുന്നത്? എന്റെ കൂടെ ബിറ്റു എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹം ഇവിടെ അടുത്ത് കോലഞ്ചേരിയിൽ ഒരു ഷോപ്പ് നടത്തുന്നതാണ്. അതിലുപരി എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. പ്ലാസ്റ്റിക് ഇല്ലാത്തൊരു ഷോപ്പ്. ആ ഷോപ്പിൽ ചെന്നാൽ നിങ്ങൾക്ക് ഒരു സാധനം പ്ലാസ്റ്റിക് കിട്ടില്ല. ഇപ്പൊ നമുക്ക് കടയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ 10 സാധനം പ്ലാസ്റ്റിക് ഇട്ടിട്ട് എടുക്കുന്ന ഒരു കവർ ചോദിക്കുമ്പോൾ പ്ലാസ്റ്റിക് നിരോധിച്ചു പറയും. അതിന് പകരം ഇവിടെ 10 സാധനം നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ടെയ്നറുമായിട്ട് നമുക്ക് നമ്മുടെ കണ്ടെയ്നർ നമ്മുടെ പാത്രമായിട്ട് എന്ന് എടുത്തുകൊണ്ട് വരാം. ഈ 1.5 വർഷം കൊണ്ട് ആ കട, ഒരു ഗ്രാമമാണ് കോലഞ്ചേരി, അവിടെ 13 ലക്ഷം കവറുകളും 1 ലക്ഷത്തോളം പ്ലാസ്റ്റിക് കുപ്പികളുമാണ്
വരാതെയാക്കിയത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയിട്ടെടുത്ത് മാറ്റിയതല്ല, അവിടേക്ക് വരാതെയാക്കിയത് ഒരു ഗ്രാമത്തിനകത്ത്. അങ്ങനെ നടത്തുന്ന ഒരു ബിറ്റു ജോണാണ് ഒന്ന്, ഗ്രീൻ സ്റ്റോർ നടത്തുന്നു, അദ്ദേഹമാണ് ഒന്ന്. 2, എൻ്റെ മത്സര പരീക്ഷാ അധ്യാപകൻ. അദ്ദേഹനേക്കാൾ ഉപരി ഞാൻ മത്സര പരീക്ഷാ അധ്യാപകൻ ആയതുകൊണ്ടല്ല അദ്ദേഹത്തെ വിളിച്ചത്. എനിക്കറിയാം അദ്ദേഹത്തെ അങ്ങനെ ഒരാളെ കൊണ്ടുവന്നാൽ എനിക്ക് കുറേ കൂടി ട്രിക്കി ക്വസ്റ്റ്യൻസ് വരുള്ളൂ എന്നൊക്കെ അറിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചത്. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച അധ്യാപകനാണ്, ഏറ്റവും നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ് ഇങ്ങനെ നമ്മൾ ഹരിപ്രസാദ് ചൗരസിയുടെ ഒരു കൺസേർട്ട് കാണുന്ന പോലെ, അല്ലെങ്കിൽ പണ്ഡിറ്റ് രവിശങ്കറിൻ്റെ ഇത് കാണുന്ന പോലെ ക്ലാസ് ഇങ്ങനെ മണിക്കൂറുകൾ മാസങ്ങൾ കടന്നുപോയിട്ടും ഞങ്ങൾക്ക് ആർക്കും ഒരു അത്രയും പ്രിയപ്പെട്ട അത്രയും മികച്ച അധ്യാപകനാണ് അദ്ദേഹം. ബോൺ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ ഒരു ഷെഫ് ജപ്പാനിലായിരുന്നു, അദ്ദേഹത്തെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇവരെയൊന്ന് പരിചയപ്പെടുത്തിക്കോളൂ. ആദ്യം ഇരിക്കുന്നത് ബിറ്റു ജോൺ. താങ്കളുടെയാണ് പ്ലാസ്റ്റിക് ഇല്ലാത്ത ഒരു കട അല്ലേ? അതെ അതെ. ഓക്കെ ഓക്കെ. എവിടെ ഈ കട? കട കോലഞ്ചേരിയിലാണ്. തൃപ്പൂണിത്തുറ ഒരു പുതിയ സ്റ്റോർ. കുറച്ചു കാലമായോ ഈ കട? ഇപ്പൊ 3.5 വർഷമായി. പൊതുവെ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയായി? കടയിലേക്ക് ആള് വരാതായോ? നന്നായിട്ട് തന്നെ പോകുന്നു, ആളുകൾ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു. ഞാൻ ബേസിക്കലി ഒരു M.Tech ഗ്രാജുവേറ്റ് ആണ്. അങ്ങനെ ഒരു പാറ്റേൺ നല്ലൊരു ബിസിനസ് മോഡലാണെന്ന് തോന്നി. പിന്നെ അത് നമ്മുടെ നാടിന് ആവശ്യമായ ഒരു ബിസിനസ് ആണെന്ന് തോന്നി. കട നടത്താനുള്ള പ്രചോദനം എന്താ? ഞാൻ ഇതേ പാറ്റേൺ ഒരു സ്റ്റോർ ലണ്ടനിൽ കണ്ടതാണ്. ഇതും ഒരു യാത്രക്കിടയിൽ കണ്ടതാണ്. ഇങ്ങനെ ഒരു കോൺസെപ്റ്റ്. താങ്കൾ യാത്ര പോകുന്ന ആളാണോ? അത്യാവശ്യം. ഏതെങ്കിലും സൈക്കിൾ യാത്രയെ കണ്ടുമുട്ടിയതാണോ ഈ മനുഷ്യൻ? അല്ല. ഇദ്ദേഹം എന്റെ സ്റ്റോറിൽ പാത്രങ്ങളായിട്ട് സാധനങ്ങൾ വാങ്ങാൻ വരുന്നയാളാണ്. ഞാൻ വിചാരിച്ചു യാത്ര പോകുമ്പോഴാണ് സൈക്കിൾ പഞ്ചറായി അവിടെ വഴി നിൽക്കുന്നു, അപ്പൊ അങ്ങനെ കണ്ടുമുട്ടി. അങ്ങനെയൊന്നുമല്ല. അല്ല. പുള്ളി ആ ഒരു രീതിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. മാക്സിമം പ്രകൃതിയെ ഉപദ്രവിക്കാതെ ജീവിക്കാം. താങ്കൾ? നമസ്കാരം, എന്റെ പേര് രാജൻ മട്ടമ്മേൽ. താങ്കള് ജപ്പാനിലായിരുന്നോ? ജപ്പാനിലായിരുന്നു. അവിടെ വിട്ടു പോന്നോ? അവിടെ വിട്ടു പോകുന്നു. ഒരുപക്ഷെ ജീവിതത്തിലെ വിവരം ഉണ്ടായതുകൊണ്ടാണോ നമുക്ക് വിവരം ഉണ്ടായതുകൊണ്ടാണോ? ജീവിതത്തിലെ വലിയ മണ്ടത്തരൊന്നും എന്റെ സുഹൃത്തുക്കൾ ഇപ്പോഴും പറയുന്ന സംഭവം മണ്ടത്തരായി എന്നാണ് അവര് പൊതുവെ പറയുന്നത്. എനിക്കും തോന്നായികയില്ല പലപ്പോഴും നമ്മുടെ നാടിന്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ കാണും. താങ്കൾക്ക് ഇവിടെ ഒരു ജപ്പാനീസ് റെസ്റ്റോറന്റ് ഒക്കെ തുടങ്ങിക്കൂടെ? അവരവിടെ നന്നായിട്ട് മനോഹരമായിട്ട് അവര് തന്നെ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ പുട്ടും കടലും കഴിക്കാതെ വിദേശം മാത്രം കഴിക്കുന്ന ഒത്തിരി ആൾക്കാരില്ലേ? ഉണ്ട്, ധാരാളം പേരുണ്ട്. ഇപ്പൊ എറണാകുളത്ത് അതിനുള്ള സംവിധാനമുണ്ട്. ജപ്പാനിൽ എവിടെയായിരുന്നു? ടോക്കിയോയിലായിരുന്നു. ഏതെങ്കിലും വലിയ ഹോട്ടലായിരുന്നു, സ്വന്തമായിട്ട് സ്ഥാപനം നടത്തുമായിരുന്നു? അവിടെ മറ്റൊരാൾ, അവിടുത്തെ ഒരു ജാപ്പനീസ് അദ്ദേഹമാണ് ചെയ്തിരുന്നത്. നമ്മുടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ് ആയിരുന്നു. ജാപ്പനീസ് ഫുഡ് ഇവിടെ വിളമ്പിയ ആൾക്കാർ കാണുമോ കഴിക്കാൻ? ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇപ്പോ നമ്മൾ അറിഞ്ഞെടുത്തോളം കൃഷിയുണ്ട്. അതെ, സാറിന് അറിയാൻ തോന്നുന്നു അല്ലേ? കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചിട്ടില്ല അല്ലേ? ഓടിപ്പോവും. നേരാണ്. ആദ്യമൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് തോന്നും. അപ്പൊ നമുക്ക് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ ഇപ്പോ എറണാകുളത്ത് ഞാൻ അറിഞ്ഞെടുത്തോളം അവരുടെ ബിസിനസ് നന്നായിട്ട് പോകുന്നു. അപ്പൊ ഇനിയൊരു ഊഴം വന്നാൽ തിരിച്ച് ജപ്പാനിൽ പോകും? തീർച്ചയായും. എനിക്ക് ജീവിതത്തിന് ഒട്ടേറെ മാറ്റങ്ങൾ ഒരുപക്ഷെ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലേക്ക് മാറാൻ സഹായിച്ചത് എന്റെ ജപ്പാൻ ജീവിതകാലമാണ്. അല്ല, ഏത് കാര്യമാണ് താങ്കളെ ജപ്പാനിലേക്ക് വീണ്ടും മാടി വിളിക്കുന്നത്? അവിടെ നല്ല കാശ് കിട്ടുന്നുള്ളതാണോ? അവിടുത്തെ പുട്ടടി ഭേദമാണോ? അതോ അവിടുത്തെ ജീവിതം കുറച്ചുകൂടെ നിലവാരമുള്ളതാണോ? എന്ത് കാര്യമാണ്? സ്വാതന്ത്ര്യം. പ്രധാനമായിട്ട് പറയുമ്പോൾ സ്വാതന്ത്ര്യം. ഇവിടെ എന്തോ അസ്വാതന്ത്ര്യം? ഇവിടെ സ്വാതന്ത്ര്യം കൂടുതലല്ലേ? അതെ, അങ്ങനെ പറയാം. ഇവിടെ ഒരുപക്ഷെ നമുക്ക് കടിഞ്ഞാണില്ലാത്ത സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നങ്ങളായിരിക്കാം ഒരുപക്ഷെ. ഇവിടെ മുണ്ടങ്ങ് മടക്കി കുത്തി കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റത്ത്? ഒരു പുതിയ മനുഷ്യനായിട്ട് മാറാൻ എന്നെ ഏറെ സഹായിച്ചതാണ് ജപ്പാനിലെ. ഓക്കെ, അപ്പോൾ ഒരു അവസരം വരട്ടെ താങ്കൾക്ക്. അദ്ദേഹം എന്താ ഇപ്പൊ ഒരു പുതിയ ഹെൽത്ത് ഫുഡ് റെസ്റ്റോറന്റ് കൊച്ചിയിൽ ആരംഭിച്ചിട്ടുണ്ട്. ആരംഭിച്ചോ? അത് എവിടെയാണത്? അത് നമ്മുടെ ഹൈക്കോടതിയുടെ പുറകില് കോമ്പാറ ഹെൽത്ത് ഫുഡ് എന്ന് പറയും. ഹെൽത്ത് ഫുഡാണ്. ഹെൽത്ത് ഫുഡ് എന്ന് പറയുമ്പോൾ എന്തോ അതിന്റെ പ്രത്യേകത? പാകം ചെയ്ത ഭക്ഷണം 3 മണിക്കൂറിന് ശേഷം, അതായത് പിന്നെ അത് മോശമായിക്കൊണ്ടിരിക്കുന്നതാണല്ലോ, ഓരോ നിമിഷവും അതിന്റെ ഗുണം പോവുകയാണല്ലോ. അപ്പൊ അതിന് പരമാവധി നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കാലാവധി എന്ന് പറഞ്ഞാൽ 3 മണിക്കൂറാണ് പാകം ചെയ്ത ഭക്ഷണം. അപ്പൊ അതിനുശേഷം അത് കൊടുക്കുന്നില്ല ആൾക്കാർക്ക്. നമ്മൾ അത് 3 മണിക്കൂറിന് ശേഷം വിൽക്കത്തില്ല. അടിക്കാൻ ആൾ വന്നില്ലെങ്കിൽ കൊടുക്കത്തില്ല. ഇല്ല, കൊടുക്കില്ല. എന്താണെങ്കിലും ചെയ്യില്ല. മറ്റൊന്ന്, അവിടെ നമുക്ക് നമ്മൾ പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കുന്ന റെഫ്രിജറേഷൻ പോലെയുള്ള പരിപാടികളില്ല. ഫ്രിഡ്ജ് ഒന്നുമില്ല. ഇല്ല, ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഈ ഭക്ഷണം താങ്കൾ ഇപ്പൊ ഒരുപാട് കുറച്ച് അധികം വന്നാൽ എന്ത് ചെയ്യും? 3 മണിക്കൂറിന് ശേഷം ഒരു നിരന്തരമായിട്ടുള്ളൊരു പഠനത്തിലൂടെയാണ് ഇന്ന് വേണ്ടത് ഇത്ര മതി എന്ന് തീരുമാനിക്കുകയും പരമാവധി തീരുന്നത് പോലെയുള്ള ഒരു അളവിലാണ് സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. പരമാവധി ശ്രദ്ധ എടുക്കും. അതെ. എങ്കിൽ പോലും ചില ആ കണക്ക് തെറ്റാറുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട്. വളരെ ദുഃഖത്തോടുകൂടി അത് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. ഓക്കെ, ഞാൻ അങ്ങനെയൊക്കെ വരാം. അങ്ങയുടെ പേര്? എന്റെ പേര് ജോഷി. അധ്യാപകനാണ്. ജോഷി ഇദ്ദേഹത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? ബോൺ ടീച്ചർ എന്നൊക്കെയാ താങ്കളെ കുറിച്ച് പറഞ്ഞത്. ഈ നട്ടലുള്ള അധ്യാപകൻ എന്ന് പറഞ്ഞാണോ എന്ന് സംശയമുണ്ട്. എന്തോ ആവാലല്ലേ? അരുൺ അതിനേക്കാൾ നല്ലൊരു വിദ്യാർത്ഥിയായിരുന്നു. പഠിച്ചതെല്ലാം നടപ്പിൽ വരുത്തണമെന്ന താല്പര്യമുള്ള ഒരാള്. അങ്ങേക്കും ഈ യാത്രയുടെ അസുഖമുള്ള ആളാണോ? അതോ? അത്രയില്ല. ഇത്രയും പോയിട്ടില്ല. വീട്ടിലെ സാഹചര്യമാണോ? അതോ? ഉണ്ടല്ല, അത്രയും താല്പര്യമില്ല, അത്രയില്ല. ഓക്കെ, അപ്പൊ സന്തോഷം. നമ്മൾ നിങ്ങളുടെയൊക്കെ ഒരു സഹായം ആവശ്യമുണ്ട് നമുക്ക് ഇദ്ദേഹത്തിന് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ. അപ്പോ അരുൺ തഥാഗത്, നമുക്ക് ഇനിയിപ്പോ കുട്ടേട്ടനെ പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ കുട്ടേട്ടൻ. 12 അടി ഉയരവും 5 മാസം പ്രായവും. നമസ്കാരം അരുൺ തഥാഗത്. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ലത്, സുഖമായിരിക്കുന്നു. താങ്കളെ കുറിച്ച് കുറെ കാര്യങ്ങൾ ഞാൻ കേട്ടു. താങ്കളെ പരിചയപ്പെടാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. മറ്റുള്ളവർക്ക് ഇല്ലാത്ത ഒരു പ്രത്യേകത താങ്കളിൽ ഞാൻ കണ്ടു. താങ്കൾക്ക് പല രാജ്യങ്ങളിലും ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്.
അത് എന്നെ വളരെയധികം ആകർഷിച്ചിരിക്കുന്നു. കാരണം എന്താ പറയുക അരുൺ, ഇദ്ദേഹത്തിന് ചെറിയ ഇളക്കങ്ങളുള്ള ആളാണ് കേട്ടോ. നമ്മുടെ മോഹന്റെ സിനിമയില്ലേ അതുപോലെ. അപ്പൊ ഈ പെൺകുട്ടികളുള്ള ഒരു പ്രിയം ഇദ്ദേഹത്തിന് മറച്ചു വെക്കാൻ പറ്റത്തില്ല. യന്ത്രമായിട്ട് ഇത്രയും മനുഷ്യനായാലും എന്തായിരിക്കും. അപ്പൊ അരുൺ അങ്ങനെ ഗേൾ ഫ്രണ്ട്സ് ഒരുപാടുണ്ടോ? ചില രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. എനിക്കറിയാവുന്ന ഒരാളുണ്ടായിരുന്നു. അയാൾ ഈ ഒരു അത്ഭുത ജീവിയായിരുന്നു. കുറെ രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലായിരുന്നു. ചെന്ന രാജ്യത്തിലൊക്കെ അദ്ദേഹത്തിന് ഭാര്യ ഉണ്ടായിരുന്നു. നമ്മൾ അത്ര എത്തിയില്ല, അത്രയും പുരോഗമനം നമുക്കുണ്ടായില്ല. അപ്പൊ ഇദ്ദേഹം അത് വളരെ അഭിമാനത്തോടെ പറയുകയും ചെയ്യും. പുള്ളി പറയുന്നത് ഐ ആം ദ കോസ്മോപൊളിറ്റൻ ഗായ് എന്നാ പറയുന്നത് കേട്ടോ. അപ്പൊ ഒരു രാജ്യത്തോടും പുള്ളിക്ക് വിരോധമില്ലെന്നൊക്കെ പറയും. പക്ഷെ പുള്ളി മരിച്ചുപോയി. ഒരു അങ്ങനെ 6-7 രാജ്യത്തെ ഭാഗ്യത്തിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ. സാർ, ഞാൻ ഇതിന്റെ കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും സൈക്കിൾ എടുത്ത് ഇറങ്ങും. ഒന്ന്, സൈക്കിൾ കൊണ്ട് ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഇൻട്രോഡക്ഷൻ കിട്ടിക്കഴിഞ്ഞു ആളുകളിലേക്ക് എത്താൻ. ആളുകൾക്ക് ഭയങ്കര അത്ഭുതമാണ്. ഓ, യു ഓൺ ദിസ് ബൈക്ക്, നിങ്ങളോ ഈ വണ്ടിയിലോ? അപ്പൊ തന്നെ നമുക്ക് മറ്റേത് ചെന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഇതൊന്നും വേണ്ട, ഇതിന്റെ കൗതുകം കൊണ്ട് അവർ നമ്മളോട് ഇങ്ങോട്ട് ചോദ്യം ചോദിക്കാൻ പറ്റും. പിന്നെ അറിയാണ്ട് ആദ്യത്തെ ഗേൾഫ്രണ്ട് എവിടെയായിരുന്നു? ഞാൻ മ്യാൻമാറിലേക്ക് കയറിയപ്പോൾ ചതീരി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി, അവളവിടെ ഞാൻ സൈക്കിൾ നീങ്ങുമ്പോൾ അവള് വഴിയോരത്ത് നിൽക്കുന്നുണ്ട്. നമ്മൾ അറിയാതെ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, എന്തോ ഒരു ആകർഷണം തോന്നുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മളുടെ എല്ല് അവിടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഞാനപ്പോ എന്നാലും നമ്മളുടെ ഉള്ളിലെ ഒരു സദാചാര ബോധം കൊണ്ട് നിർത്തിയില്ല. ഞാൻ പതുക്കെ നീങ്ങി കുറേ മുന്നോട്ടേക്ക് പോയിട്ട് അവിടെ നമ്മളെ മുളയ്ക്കകത്ത് അരി, ശർക്കര അതൊക്കെ കൂടി ഇടിച്ചിട്ട് നേരെ തീയിലേക്ക് ഇടും, ചുട്ടെടുക്കുന്നു. എന്നിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പൊ അതുണ്ടാക്കുന്ന ഒരിടത്ത് നിർത്തി. ഇവൾക്ക് അതുപോലെ തന്നെ എല്ലാ ആകർഷണവും കൊണ്ട് അവൾ അവിടേക്ക് വന്നു. പിന്നെ വൈകുന്നേരം വരെ ഞങ്ങൾ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു. അവൾക്ക് കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയാം. അവള് BA ബുദ്ധിസം പഠിക്കുകയാണ് അവിടെ മ്യാൻമാറില്. നിങ്ങളെ അടുപ്പിച്ചു എന്ന് പറയാമോ? എന്ന് പറയാം. അത് കഴിഞ്ഞപ്പോ ഞാൻ അവളോട് പറഞ്ഞു ഞാൻ തിരിച്ചു വരും, കാണാമെന്ന് പറഞ്ഞു. വളരെ വിഷമമുണ്ട്. പിന്നീട് ഒന്ന് ലോക്ക്ഡൌൺ, 2 മ്യാൻമാറിന്റെ ഇന്നത്തെ അവസ്ഥ, പട്ടാളഭരണമാണ്. എനിക്ക് അവളെ പിന്നീട് കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ എന്തായാലും ഇമെയിൽ ID ഒക്കെ ഉണ്ടോ അവരുടെ? ഇല്ല, ബാക്കി എല്ലാവരും വാങ്ങിയെങ്കിലും ഈ കുട്ടിക്ക് അതൊന്നുമില്ല. അവൾക്ക് വളരെ ഗ്രാമീണമായതുകൊണ്ട് തന്നെ വളരെ ദരിദ്രയാണ്. അപ്പൊ അവൾ എന്നിട്ടും BA ക്കാണ് പഠിക്കുന്നത്. അവൾക്ക് ഇങ്ങനെ യാത്ര പോകണമെന്നുണ്ട്, സൈക്കിൾ പോലും ഇല്ല. അപ്പൊ ഞാൻ നമുക്ക് എന്തായാലും ഞാൻ വരും എന്ന് തന്നെ പറഞ്ഞിട്ട് ഞാൻ വരിക, ഞാൻ പോവുക തന്നെ ചെയ്യണം. ഈ എപ്പിസോഡ് ആ കുട്ടി മ്യാൻമറിൽ ഇരുന്ന് കാണുവാണെങ്കിൽ വളരെ മോശമാവും. ഓക്കെ, ഇനിയിപ്പോ മ്യാൻമറിലെ സ്ഥിതി സാധാരണഗതിയിലേക്ക് മടങ്ങി. ഞാൻ കൊറോണ മാറണമെന്നല്ല പ്രാർത്ഥിക്കുന്നത്, മ്യാൻമാർ തുറക്കണേന്നാണല്ലേ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിനി പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. താങ്കളുടെ കളി എങ്ങനെയായിരിക്കും? 10 ചോദ്യങ്ങളുടെ 1 കോടിയിൽ പോകണോ? 20 ചോദ്യങ്ങളുടെ വളരെ സാവധാനത്തിൽ 1 കോടിയിലെത്തണോ? സാറേ, ഞാൻ ഈ യാത്രയിൽ പോകുമ്പോൾ ചിലരെ വന്നിട്ട് പറയും അരുൺ എപ്പോഴാണ് വന്നെന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും ഞാൻ എത്തുമ്പോഴേ എത്തുള്ളൂ, എനിക്ക് തിരക്കില്ല. നിങ്ങൾ ഇന്ന ഡേറ്റിൽ എത്തുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ ഒരു ദിവസം 18 ആയിരിക്കും, ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും. അതുപോലെ നമുക്ക് സാവധാനം എല്ലാവരുമായിട്ട് ഇഴുകി ചേർന്ന് ആസ്വദിച്ച് അങ്ങനെ സാവധാനം. അപ്പൊ നമുക്ക് ഈ വിജ്ഞാന യാത്ര തുടങ്ങിയാലോ? തീർച്ചയായും സാർ. നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാണ്. 10,000 രൂപയുടെ ചോദ്യമാണ്. ₹10,000. മോണിറ്റർ പ്ലീസ്. ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി S രാധാകൃഷ്ണൻ, ഓപ്ഷൻ സി സർദാർ വല്ലഭായ് പട്ടേൽ, ഓപ്ഷൻ ഡി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഓപ്ഷൻ ഇ സി രാജഗോപാലാചാരി. ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രപതി. സർ, പൂട്ടാം നമുക്ക്. ഓപ്ഷൻ ഡി, ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ പൂട്ടാം എന്നാണ്. ഓപ്ഷൻ ഡി പൂട്ടാമെന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രപതി അദ്ദേഹം തന്നെ ആയിരിക്കും. യാത്രക്കിടയിൽ വിജ്ഞാനം വർദ്ധിപ്പിക്കാൻ താങ്കൾ എന്താ ചെയ്യുന്നത്? ഓൺലൈനിലാണ് ഇപ്പോൾ വായന. നേരത്തെ ധാരാളം വായന ഉണ്ടായിരുന്നു, ഇപ്പൊ അത് ഓൺലൈനിലേക്ക് മാറി, അത്രയേ ഉള്ളൂ. ഈ പോകുന്ന പോക്കിൽ മൊബൈൽ ഫോണൊക്കെ അറ്റൻഡ് ചെയ്യൂ? മൊബൈൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. കാരണം നമ്മൾ പോയി കഴിഞ്ഞാൽ വീട്ടുകാർക്ക് അറിയണമല്ലോ ചത്തടനോ ജീവിച്ചിരിക്കണോ എന്ന്. എന്നെ സംബന്ധിച്ച് ഞാൻ മ്യാൻമാർ എത്തിയതിനു ശേഷം ഞാൻ ഇവർക്ക് തന്നെ അയച്ചിട്ടുണ്ട്. എനിക്ക് ഈ നിമിഷം മരിക്കണം, എനിക്ക് ഞാൻ എവിടെയാണെന്ന് അറിയാതെ അവസാനിക്കണം എന്നുള്ളതാണ് അതിനകത്ത്. അതാണ് താങ്കളുടെ ഏറ്റവും വലിയ ആഗ്രഹം അല്ലേ? അങ്ങനെ സൈക്കിൾ ചവിട്ടി ലോകത്തിന്റെ അടുത്ത നെറുകയിലേക്ക് താങ്കളൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? നിരന്തര യാത്ര. ജീവിതം തന്നെ ഒരു യാത്രയല്ലേ? മരണം അന്വേഷിച്ച് നടക്കുന്ന ആദ്യത്തെ സൈക്കിൾ സവാരിക്കാരനായിരിക്കും താങ്കൾ അല്ലേ? മരണത്തോടല്ല, അങ്ങനെ നമ്മൾ മരണത്തെ ഒന്നും തേടാനില്ല. വരുന്നു ചേരുകയാണെങ്കിൽ നമുക്കിപ്പോ വെള്ളച്ചാട്ടം, അതിരപ്പള്ളി വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാണ്ട് അതിലേക്ക് എടുത്തിയാടാൻ തോന്നില്ലേ? അത് തോന്നാത്ത ഒരാളും ഇല്ല. അത് തന്നെയാണ് മരണം. താങ്കളെ അങ്ങനെ ഒരു ആകർഷണ വലയത്തിൽ പെടുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പോ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്നാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത്. താങ്കൾ പറഞ്ഞ ഉത്തരം ഓപ്ഷൻ ഡി. ഉത്തരം ശരിയാണ്. അപ്പൊ 10,000 രൂപ ഈ യാത്രക്കാരന്റെ കീശയിൽ, സഞ്ചിയല്ലേ? യാത്രക്കാരൻ എപ്പോഴും സഞ്ചിയാണല്ലോ അല്ലെ? താങ്കൾ യഥാർത്ഥ വിവാഹിതനല്ലേ? അതെ. ഞാൻ കുട്ടികൾ ഇല്ല, ഞങ്ങളത് തീരുമാനിച്ചിട്ടാണ്. ഒരു രജിസ്റ്റേർഡ് മാരേജ് ആയിരുന്നു. വളരെ പ്രണയത്തിന്റെ ബാക്കി പത്രമാണോ? അല്ല, അതിന്റെ ആയിരുന്നു കുഴപ്പങ്ങൾ. ഞങ്ങൾ തമ്മിൽ പ്രണയം ഉണ്ടായിരുന്നില്ല. പക്ഷെ വളരെ നല്ല ഒരാളായിരുന്നു, വളരെ നല്ല വ്യക്തിയായിരുന്നു. അറേഞ്ച്ഡ്, വീട്ടുകാരല്ല, ഞങ്ങൾ തമ്മിൽ യുക്തിവാദ സൈറ്റുകളിലൂടെയൊക്കെ ആയിട്ട് അങ്ങനെ ആദർശ വിവാഹമായിട്ട് ചെയ്തതാണ്. പക്ഷെ ആദർശം ഉണ്ടായിരുന്നുള്ളൂ. വളരെ നല്ല
വളരെ നല്ല അപ്പൊ വ്യക്തിയാണ്. ഈ ആദർശം കീറി പറഞ്ഞിട്ട് ഈ നിങ്ങൾ ഡിവോഴ്സിലെത്തി, അതെന്ത് പറ്റി? എന്തിനാണ് മറ്റുള്ളവരെ ബോധിപ്പിക്കാനായിട്ട് നമ്മളുടെ കുറെ ഇഷ്ടങ്ങളുണ്ട്. അല്ല, ഇപ്പൊ സൈക്കിളിൽ ലോകം ചുറ്റാനാണെങ്കിൽ താങ്കൾക്ക് പിന്നെ ഒരു കല്യാണം ആവശ്യമുണ്ട്. ഇല്ല, അത് ഒറ്റയ്ക്കല്ലേ താങ്കൾ ചുറ്റുന്നത്? അതെ, ആയിരുന്നു. അങ്ങനെ ഭാര്യയും കൂടെ കൂട്ടാൻ തീരുമാനിച്ചാൽ അവർക്ക് ഒരു സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തിരുന്നെങ്കിൽ ആകാമായിരുന്നു സാർ. ഞാനിപ്പോ പല ഫോറിനേഴ്സിനെയും കണ്ടിട്ടുണ്ട്. അവര് ഫാമിലി ആയിട്ട് 20 കൊല്ലം 30 കൊല്ലമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവര്. പക്ഷെ നമ്മളുടെ ഒരു കൾച്ചറിൽ അത് വന്നിട്ടില്ല ഇപ്പോഴും. അത് ഇപ്പൊ ഏഷ്യൻ വിളിച്ചോ സൈക്കിളിൽ പോകാനായിട്ട്? അന്ന് ഇത് ഇത്രത്തോളം ഞാൻ വന്നും പറഞ്ഞിരുന്നു ഇതാണ് എന്റെ ഇതെന്ന്. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഈ സമയത്ത് എത്തുക എന്നൊന്നും അറിയില്ല. ഇതെല്ലാം ഇവോൾവ് ചെയ്തു. അല്ല, താങ്കളുടെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാര്യയായിരുന്നു. ഇങ്ങനെ ഒരു പതികനാണ് താങ്കൾ. ഞാൻ നല്ല സുഹൃത്താണ് ഇപ്പോഴും. അതെ, ഞങ്ങളെ മുമ്പ് വിളിക്കാറുണ്ടായിരുന്നു. പിന്നെ എത്ര കൊല്ലം ദാമ്പത്യം ഒന്നിച്ചു പോയി? സത്യത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഏതാണ്ട് ഒരു 1.5 വർഷം. പക്ഷേ 8 വർഷത്തോളം ആ ഒരു കമ്മിറ്റ്മെന്റോട് കൂടി തന്നെ നോക്കി പിന്നെ ഞാൻ തീരുമാനിച്ചു. ഈ കല്യാണം കഴിച്ചപ്പോൾ സർക്കാർ ജോലി ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ജോലി ഉണ്ടായിരുന്നില്ല, പക്ഷെ ഉണ്ടായിരുന്നു. അപ്പം ഈ ഒന്നിച്ചു പോകാൻ പറ്റില്ല എന്ന് തീരുമാനിച്ചപ്പോൾ യാത്ര മുറിച്ചു. നമ്മൾ എന്തിനാണ് മറ്റുള്ളവരെ ബോധിപ്പിക്കാനായിട്ട് അങ്ങനെ ഒരുമിച്ച് മറ്റുള്ളവരെ ഇത് ചെയ്യാൻ? ഞങ്ങൾ ആരാ അങ്ങോട്ട് ആദ്യം പറഞ്ഞത് നമുക്ക് മുറിക്കാമെന്ന്? അവർക്ക് തോന്നി തുടങ്ങിയിരുന്നു ഇദ്ദേഹത്തിന്റെ കല്യാണം ആവശ്യമില്ല. തീർച്ചയായിട്ടും അവർക്കും തോന്നിയിട്ടുണ്ടാവണം. അല്ലെ, താങ്കൾ വിളിച്ചോ, ഒരു യാത്ര പോകാനായിട്ടൊക്കെ വിളിച്ചോ? ഞങ്ങൾ ഒരുമിച്ച് യാത്രകൾ പോയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു അനുഭവം എങ്ങനെ? ഒറ്റയ്ക്ക് പോകുന്നതിനും ഒരു ഇരട്ടയ്ക്ക് പോകുന്നതും? ഒറ്റയ്ക്ക് പോകുന്നതിന്റെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് സാർ. വഴി നിൽക്കുന്ന പെമ്പിള്ളേരെ കാണാന്നുള്ളതാണ് അതൊരു പ്രധാനപ്പെട്ട അതായിരിക്കാം. അതിലുപരി എനിക്ക് ഇഷ്ടമുള്ളിടത്ത് ഇഷ്ടമുള്ള സമയം വരെ നിൽക്കാം. മറ്റൊരാളെ പറ്റി അയ്യോ അയാൾക്കത് ഇഷ്ടപ്പെടുമോ, എനിക്ക് ഒരു ഭക്ഷണം കഴിക്കണം, അയ്യോ അയാൾക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അല്ലെങ്കിൽ അവിടെ നിന്നു എനിക്ക് പെട്ടെന്ന് തന്നെ ഈ സ്ഥലം ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് പോകണമെന്ന് തോന്നി. എൻ്റെ ചിന്ത മുഴുവനും എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അയാളോട് ഇതെങ്ങനെ അവതരിപ്പിക്കും, ഫുൾ ടൈം ഇതിനെ പറ്റി അതിനെക്കുറിച്ചുള്ള ആവശ്യമില്ല. അത്രേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരും വളരെ സന്തോഷം. ഇപ്പോഴും നിങ്ങൾ കുറച്ചു കാലം ഇപ്പൊ കോൺടാക്ട് ചെയ്തിട്ട്, എന്നാലും വളരെ അടുപ്പമുണ്ട്, ബന്ധങ്ങളുണ്ട്. കുറച്ച് ഇടയ്ക്കൊക്കെ വിളിക്കാം. ഈ താങ്കൾ ഈ യാത്രയ്ക്ക്, അതും ഈ രാജ്യങ്ങൾ തമ്മിൽ, പ്രത്യേകിച്ച് ഈ സൈക്കിളൊക്കെ ആകുമ്പോൾ ഒരുപാട് പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടല്ലോ. നമ്മൾ ചവിട്ടി തന്നെ പോകണമല്ലോ. ഒരു ചവിട്ടി പോകേണ്ട സൈക്കിളല്ലേ ഇത് താങ്കൾ ഉദ്ദേശിച്ച? ഈ ചവിട്ടി പോകേണ്ട സൈക്കിളിൽ ലോകം ചുറ്റാൻ ഇറങ്ങാനുള്ള കാരണം സൈക്കിൾ താങ്കളെ മോഹിപ്പിച്ചത് എങ്ങനെയാണ്? സാറേ, ഞാൻ കുറെ കാലം ഹോട്ടൽ പണിക്കാരനായിരുന്നു ആദ്യത്തെ പോലെ. അപ്പൊ അന്നേരം എന്തൊക്കെ പണി ചെയ്തിട്ടുണ്ട്? പല പണികൾ. എനിക്ക് ഒരുപാട് ബിരുദങ്ങളുണ്ട്. പല പണികൾ ചെയ്തിട്ടുണ്ട്. ഹോട്ടൽ പണിക്കാരനായിരുന്നിട്ടുണ്ട്, സെക്യൂരിറ്റി ആയിരുന്നിട്ടുണ്ട്, റൂം ബോയ് ആയിരുന്നിട്ടുണ്ട്, ഒരുപാട് ജോലികൾ ചെയ്തിട്ടുണ്ട്. ഈ യാത്രയ്ക്ക് ശേഷം വളർന്ന താടിയാണോ ഇത്, അതോ ആദ്യം മുതലേ തന്നെ ഈ താടി ഇങ്ങനെ കീപ്പ് ചെയ്തിട്ടുണ്ട്? ഇപ്പൊ കുറച്ചു കാലമേ ഉള്ളൂ. ഇടയ്ക്ക് ഞാൻ മുട്ടയടിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മളെ ലുക്ക് ആൻഡ് ഫീൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റുമോ? അങ്ങനെ ബോധപൂർവ്വം ഒന്നും ചെയ്യാറില്ല, ആയി വരുന്നതാണ് ചിലയിടത്തൊക്കെ. ഓക്കെ, അപ്പൊ സൈക്കിളിലേക്ക് നമ്മൾ തിരിച്ചു വന്നാൽ ഈ സൈക്കിൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം ചവിട്ടി പോകുന്ന ഒരു ആയാസമാണല്ലോ ബോഡിക്ക്. താങ്കൾ പറഞ്ഞു താങ്കളുടെ ശരീരം ക്ഷീണിപ്പിക്കാൻ താങ്കൾ ഉദ്ദേശിക്കുന്നില്ല. എന്റെ കുട്ടിക്കാലത്ത് വായിച്ച ഒരു പത്രത്തിലെ ഒരു കൗതുക വാർത്ത ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അതൊരു കോളം ഇങ്ങനെ ഒരു സൈക്കിൾ സഞ്ചാരി വന്നതിനെ പറ്റിയാണ്. ഞാൻ വായിച്ചു തുടങ്ങുന്ന ഏതോ വളരെ ചെറുപ്പത്തിൽ തന്നെ. അതായിരിക്കും എന്നായിരുന്നു ഹോണ്ട് ചെയ്തുകൊണ്ടേയിരുന്നതും നമ്മളറിയാതെ നമ്മളുടെ ഓരോ കോശങ്ങളിലും ആ മെസ്സേജ് ഇങ്ങനെ എത്തിക്കൊണ്ടിരുന്നത്. പിന്നീട് അതിനൊരവസരം എത്തി വന്നപ്പോൾ ഒരു വിദേശിയായിട്ടുള്ള ഫ്രഞ്ചുകാരൻ ഇതിലെ സഞ്ചരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തു. ഞാൻ കുറച്ച് ദൂരം വന്നോട്ടെ, എനിക്ക് പോകണമെന്നുണ്ട്, അപ്പം ഞാൻ ഇതുവരെ ഇതെങ്ങനെയാണെന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ. അപ്പം അദ്ദേഹം എനിക്കെന്ന മറുപടി, നിങ്ങൾ ഇറങ്ങുക, വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. നമ്മൾ ഓരോ യാത്രയ്ക്ക് ഒരുപാട് പ്രിപ്പയർ ചെയ്യും. ഇതൊന്നും അല്ല യാത്രയിൽ വരുന്നത്. യാത്രയിലെ ഓർമ്മകളിൽ നിൽക്കുന്നതും ഈ അബദ്ധങ്ങൾ എന്ന് പറയുന്നത്. ഇറങ്ങുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ ഓരോന്നും, കാരണം ഞാൻ എൻ്റെ രീതിയല്ല. നമ്മൾ 500ാം യാത്രയിലാണ് താങ്കൾ ഈ ഇറങ്ങി തിരിച്ചല്ലേ? 500ാം വാർഷിക ദിനത്തിലാണ് താങ്കൾ യാദൃശ്യമായിട്ടാണ് അത് ശ്രദ്ധപ്പെടുന്നത്. അപ്പോൾ അതും ജോഷി സാറുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഞാൻ എൻ്റെ യാത്രയെ പലപ്പോഴും ജോഷി സാറ്, ഞാൻ 2 യാത്ര നടത്തിയെന്ന് ജോഷി സാറിനോട് അല്പം മുമ്പ് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ജോഷി സാറിനെ വിളിച്ചത്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ക്ലാസ്, അതൊരു വലിയ മനോഹരമായൊരു യാത്രയാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്. അതിലൂടെ അദ്ദേഹം ഗംഗോത്രിയെ പറ്റി പറയുമ്പോൾ ഗംഗയുടെ ആരംഭം ഗംഗോത്രി, അല്ലെങ്കിൽ യമുനയുടെ ആരംഭം യമുനോത്രിയെ പറ്റി പറയുമ്പോൾ, വീണ്ടും ത്രിവേണി സംഗമത്തെ പറ്റി പറയുമ്പോൾ ഞാൻ അങ്ങനെ വീണ്ടും അതിലേക്ക് പോയി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിനകത്ത് ഫസ്റ്റ് ലോകം ചുറ്റി സഞ്ചരിച്ച ആള്, ഭൂമിയെ ചുറ്റി സഞ്ചരിച്ച ആൾ മജലൻ എന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ മഗലൻ എന്നാണ് പഠിച്ചെങ്കിലും ഈ അടുത്ത് സാഹിബ്മാർ പറഞ്ഞപ്പോഴാണ് അറിയണേ അത് മജലൻ എന്നാണ്. മഗലൻ എന്നാണ് നമ്മളെ പഠിപ്പിച്ചു വെച്ചത്. അപ്പൊ മജലനാണ്. അങ്ങനെ അപ്പൊ ഞാൻ അങ്ങനെ പോകാൻ, അപ്പൊ ഇതൊന്നും ഈ ഡേറ്റ് ഒന്നും തീരുമാനിച്ചിരുന്നില്ല. അപ്പൊ യാദൃശ്യമായിട്ടാണ് ശ്രദ്ധ. ഏതാണ്ട് ഞാൻ ഇറങ്ങുമ്പോൾ ഒരാഴ്ച വ്യത്യാസമേ ഉള്ളൂ. അദ്ദേഹം ഇറങ്ങിയതിന് കൃത്യം 500 വർഷം തികയാൻ. അതായത് 1519 സെപ്റ്റംബർ 19 അദ്ദേഹം സ്പെയിനിൽ നിന്ന് യാത്ര തിരിച്ചത്. താങ്കള് ഈ ഇവിടെ നിന്നാണ് യാത്ര തിരിച്ചത്, എങ്ങോട്ടാണ് പോയത്? ഞാൻ കൊച്ചിയിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. പക്ഷെ എൻ്റെ ആഗ്രഹം, ഞാൻ വിചാരിച്ചിരുന്നതും ഈസ്റ്റേൺ തീരം വഴി, അതായത് നമ്മളെ ചെന്നൈ, അങ്ങനെ ഒറീസ വഴി ചവിട്ടി നീങ്ങി മ്യാൻമാറിലേക്ക് കയറാനായിരുന്നു, മണിപ്പൂർ വഴി കയറാനായിരുന്നു. ശരീരത്തിന്റെ ആംബിയർ എങ്ങനെ? കണ്ടിന്യൂസ് ആയിട്ട് എത്ര മണിക്കൂർ ചവിട്ടാൻ പറ്റും? ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെയും ചവിട്ടിയിട്ടൊക്കെ ഉണ്ട്. ചവിട്ടിയിട്ടുണ്ട്. കാരണം നമ്മളൊരു ഇതിനകത്ത്, സാർ ഇപ്പൊ എനിക്ക് സാറിനോട് ആദരവ്, എത്രയോ മണിക്കൂർ ദിവസം മുഴുവനും ഇരിക്കും, സാറിന് ടയർഡ് ആവുന്നില്ല. ബിക്കോസ്
സാർ ഇത് ആസ്വദിക്കുകയാണ്. അപ്പൊ ശരിയാണ് താങ്കൾ പറഞ്ഞത്. ആസ്വദിച്ച് നമ്മൾ ജോലി ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ മണിക്കൂറിന്റെ ദൈർഘ്യം അറിയാതെ പോകും. അപ്പോൾ നമുക്ക് ഇനി 20,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കിടക്കണം. 20,000 rupees. താങ്കൾക്ക് ഇപ്പൊ ഒരു ടെൻഷൻ ഉണ്ടോ ഈ വിജ്ഞാനത്തിന് വിധിക്കുമ്പോൾ? സൈക്കിളിൽ പോകുമ്പോൾ താങ്കൾക്ക് ടെൻഷൻ ഇല്ല അല്ലേ? ടെൻഷൻ ഇല്ല, എനിക്ക് ഒരു വിധത്തിലും ടെൻഷൻ വരാം. ഓക്കെ, നമുക്കൊരു കാര്യം ഹാർട്ട് ബീറ്റ് വേണമെന്ന് ചെക്ക് ചെയ്താലോ? ഹൃദയം ഉണ്ടോ, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, എഫിഷ്യന്റ് ആണോ, അതൊക്കെ അറിയണ്ടേ? ഓക്കെ കുട്ടേട്ട, ഹാർട്ട് ബീറ്റ് പ്ലീസ്. ഇങ്ങോട്ട് നോക്കിക്കോളൂ, ഇവിടെ നോക്കിക്കോളൂ. ഓ, ഒരു കാര്യമില്ല, താങ്കൾ ഒരുപാട് ചവിട്ടിയതുകൊണ്ടാണ് 98. ഇവിടെ 98 ഒന്നും ഒരു സംഭവമല്ല. 170 ഇവിടെ നോർമൽ. ഓക്കെ, അപ്പൊ നമുക്കിനി ഒരു 20,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമുക്ക് കടന്നാലോ? 20,000 rupees. ഓക്കെ, മോണിറ്റർ. ചോദ്യം ഇതാണ്: മണിപ്പൂരിന്റെ തലസ്ഥാന നഗരം ഏതാണ്? ഓപ്ഷൻ എ അഗർത്തല, ഓപ്ഷൻ ബി കൊഹിമ, ഓപ്ഷൻ സി ഇംഫാൽ, ഓപ്ഷൻ ഡി തിബു, ഓപ്ഷൻ ഇ ഷില്ലോങ്. സാർ, നമുക്ക് ഓപ്ഷൻ സി കൂട്ടാമോ? കൂട്ടാം. ഈ ഇംഫാൽ വഴി എങ്ങനെ കടന്നു പോയിട്ടുണ്ടോ? സാർ, കടക്കാൻ ഭാഗ്യം കിട്ടി. മണിപ്പൂർ വഴിയാണോ പോയത്? മണിപ്പൂർ വഴിയാണ്. ഓ, അത് ശരി. ഇംഫാലിൽ ഇറങ്ങി വഴിയോരത്തെ പെൺകുട്ടിയെ കണ്ടു, കാണാൻ പറ്റിയില്ല. അവിടെ വേറെ ഉണ്ടായിരുന്നു. അവർ കൊച്ചിയിൽ വന്ന ഒരു 2 പെൺകുട്ടികളുണ്ടായിരുന്നു. അവർ കൊച്ചിയിൽ ഒരു 10 വർഷം താമസിച്ചിരുന്നു. അവരെനിക്ക് അവിടെ 2 ദിവസം അവരുടെ ആദ്യത്തെ നന്നായി മലയാളം പറയുന്ന 2 കുട്ടികൾ അല്ലേ? ദേവിയും രഞ്ജിമ. ഈ യാത്രക്കിടയിൽ ഈ പെൺകുട്ടികൾ ചങ്ങാത്തം കൂടിയിട്ട് നമുക്ക് അടി കിട്ടുന്ന അവസ്ഥ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? സാർ, അതൊക്കെ നമ്മുടെ നാട്ടിലല്ലേ ഈ സാധാരണ. അവർ വന്നിട്ട് ഞാൻ അവസാനം ഉണ്ടായിരുന്ന രാജ്യത്ത് താങ്കൾ ഇതൊക്കെ പറയണം, കാര്യം യാത്ര പോകാൻ ആൾക്കാരെ എണ്ണം കൂടും. അല്ലാണ്ട് ഇവിടെ ആൾക്കാർ പൊറുതി മുട്ടി നിൽക്കുക. സാർ, ഞാൻ അവസാനം ഉണ്ടായിരുന്ന രാജ്യത്ത് ഇങ്ങനെ നടക്കുമ്പോ എന്നെ ഒരു കല്യാണത്തിന് അവർ വിളിച്ചു. അവിടുത്തെ ഒരു പാവപ്പെട്ട ഞങ്ങൾ പരിചയം ഉണ്ടായിരുന്നു. അവരുടെ കല്യാണത്തിന് വിളിച്ചു. 3 ദിവസത്തെ വലിയ രസമാണ് അവരുടെ കല്യാണം. ആഘോഷം, ഫണ്ണാണ് മൊത്തം. അതായത് വീട്ടിനകത്ത് കയറുന്നതിന് മുമ്പ് തുടങ്ങിയിട്ട് ചെക്കൻ വന്നേക്കണു, ആരാ, എന്തിനാ വന്നേക്കണം, ഇങ്ങനെയുള്ള ഇതെല്ലാം കഴിഞ്ഞിട്ട് അതെവിടെയായിട്ട് വരും? അത് വിയറ്റ്നാമിന്റെ അതിർത്തിയിലായിട്ട് ലാവോ എന്ന് പറഞ്ഞ്, നമ്മൾ ലാവോസ് എന്ന് കേട്ടിട്ടില്ലേ? ലാവോ എന്നാണ് ശരിയായിട്ട് അവർ പറയുന്നത്. നമ്മൾ പറയുന്ന പലവരും തെറ്റല്ലേ സാർ? അങ്ങനെ നമുക്ക് പറയാമല്ലോ. ഇപ്പൊ അത് നമ്മളുടെ ശരികളാണ്, അത്രേ ഉള്ളൂ. അത് പക്ഷെ ഇപ്പൊ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിനെ തിരുത്തുന്നു. ഇംഫാലിൽ പൂട്ടാമോ? ഇംഫാലിൽ നമുക്ക് പൂട്ടാം. ഇംഫാലിൽ പൂട്ടാം. അപ്പൊ മണിപ്പൂർ വഴി കടന്നുപോയി ഇംഫാലിൽ ചെല്ലുകയും ചെയ്തു. പിന്നെ അയാളോട് മത്സരിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്റെ മത്സരം ഞാൻ അവസാനിപ്പിക്കുന്നു. ഓപ്ഷൻ സി, നമ്മൾ ഉത്തരം ശരിയാ. അപ്പൊ 20,000 രൂപ. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ കല്യാണമൊക്കെ കണ്ടപ്പോഴേ ഒന്നുകൂടെ കഴിച്ചാലോ തോന്നിയോ? ഒരിക്കൽ പറ്റിയ ഒരിതുണ്ട്. എന്തിനാണ് പിന്നെ എനിക്ക് ഒരിക്കൽ പറ്റിയ പിഴവ് ആവർത്തിക്കരുതെന്നാണോ? അതായിരിക്കാം. പിന്നെ 2 എനിക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. എന്നെ സംബന്ധിച്ച് അത് വലിയ ആവശ്യകതയായിട്ട് തോന്നിയില്ല. ഞാൻ ഗേൾ ഫ്രണ്ട്സ് രാജ്യാന്തര തലത്തിൽ പടന്നു കിടക്കുന്നു. സാർ, എന്നോട് ജർമ്മൻകാരൻ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അസൂയാണെന്ന്. പറഞ്ഞോ? പറഞ്ഞു. അതല്ലേ ജർമ്മൻകാരനെ ഇത് എല്ലാം നോക്കി നിൽക്കാനേ, നമ്മുടെ കുട്ടേട്ടന്റെ കൂട്ടാലെ നോക്കി നിൽക്കാനേ പറ്റും. കാരണം സാർ, ഈ വണ്ടിയാണ്, അതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം. അപ്പൊ ഈ കുട്ടിയെ ഈ കല്യാണത്തിനാണ് കണ്ടുമുട്ടുന്നത്. അപ്പൊ ഈ കല്യാണത്തിന്റെ ആഘോഷത്തിന്റെ ഇടയ്ക്ക് അവര് വന്നിട്ട് ഞാനിങ്ങനെ നീങ്ങുമ്പോ, അപ്പൊ നമ്മൾ വിദേശിയാണല്ലോ, അവിടെ ചെല്ലുമ്പോ നമ്മൾ ഫോറിനറാണ്, നമുക്കൊരു സുഖമൊക്കെ ഉണ്ട് ഫോറിനർ എന്നുള്ള ഇത്. അവർ ഫോറിനേഴ്സിനെ പറയുക ഫറാങ് എന്നാണ്, ഫറാങ് എന്നാ പറയുക. അവർക്ക് കുഴപ്പക്കാരനാണോ? അല്ലല്ല, നമ്മൾ സായിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ സായിപ്പായി. അപ്പൊ അവർ വന്നിട്ട് എൻ്റെ അടുത്തേക്ക് വരും. അവർ നമ്മളുടെ പോലെയല്ല, അവർക്ക് ബിയർ കല്യാണത്തിന്റെ ഭാഗമാണ്. നമ്മളെ പോലെ ഒരുപാട് ബിയറും മടവടാന്ന് മദ്യം കഴിക്കലൊന്നുമല്ല. ഒരു ബിയർ, ഒരു ഗ്ലാസ് നിറയെ ഐസ് ഇടും. പച്ചവെള്ളം വരെ ഐസ് ഇട്ടാണ് അവർ കുടിക്കുക. ഐസ് ഇട്ടിട്ട് ഒരല്പം എടുക്കും. ഇതുപോലെ മണിക്കൂർ ഇരുന്നിട്ടാണ് ഒരു ഗ്ലാസ് തീരുക. അത് വളരെ കുറഞ്ഞ ഒന്നുമില്ല. അപ്പൊ ഇങ്ങനെയാണ്. ഞാൻ മദ്യപിക്കുന്ന ഒരാളല്ല. അപ്പൊ പലയിടത്തേക്ക് അതിന് മുമ്പ് സഞ്ചരിക്കുമ്പോഴൊക്കെ അവർ വന്നിട്ട് ഞങ്ങൾക്കൊപ്പം വരൂ, മദ്യപിക്കാം, ഞങ്ങൾക്കിപ്പോൾ ഒരു ബിയർ കിട്ടും. അപ്പം ഞാൻ വലിയ ഇതിൽ അവരുടെ ഭാഷയൊക്കെ ചില വാക്കുകൾ പഠിച്ചിട്ടുണ്ട്. ഭൂമി ഞാൻ കഴിക്കില്ല, നന്ദി, വളരെ സന്തോഷം എന്നൊക്കെ പറഞ്ഞ് മാറും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, ഞാൻ എന്തൊരു ബോറനാണ്. ഈ പെൺകുട്ടികൾ എത്ര സ്നേഹത്തോടെയാണ് വിളിക്കുന്നത്, എന്നിട്ട് ഞാനിത് കഴിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ കുട്ടിക്കാലത്ത് ഇനി ഞാൻ അവിടെ തീരുമാനിച്ചു, ഇനി പെൺകുട്ടികൾ വന്ന് വിളിച്ചാൽ പെൺകുട്ടികൾ വന്ന് വിളിച്ചാൽ ഞാൻ വേണ്ടെന്ന് പറയില്ല. ഇതാണ് നമ്മുടെ കുട്ടേട്ടന്റെ പ്രശ്നം കേട്ടോ. പുള്ളിക്കാരനും അങ്ങനെ തന്നെ അല്ലേ കുട്ടേട്ടാ? എന്നെ ആരും വിളിക്കുന്നില്ലല്ലോ. കുട്ടേട്ടന്റെ മനപ്രയാസം. കുട്ടേട്ടൻ 1-1.5 മണിക്കൂർ ഇവിടെ നിന്നിട്ട് ആരും വിളിക്കുന്നില്ല. കുട്ടേട്ട യാത്ര പോയിറങ്ങി, ഇദ്ദേഹത്തിനൂടെ പോവും, തഥാഗതൻ കാര്യങ്ങൾ കാണിച്ചു തരും. എന്റെ കാലിൽ ചക്രം പിടിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഞാൻ ഊരി വിടാം. ഇങ്ങനെ ആണെങ്കിൽ ഊരി വിടേണ്ടി വരും കുട്ടേട്ടനെ ഞാൻ ഒരുപാട് ആക്രമിക്കുന്നു എന്നൊക്കെ ചില ആൾക്കാർ പരാതി പറയുന്നുണ്ട് കേട്ടോ. എന്റെ ഫാൻസ് ആണത്. അതെ, കുട്ടേട്ടൻ തന്നെയാണോ ഈ യൂട്യൂബ് സന്ദേശങ്ങൾ അയക്കുന്നത് എനിക്ക് സംശയമുണ്ട്. കുട്ടേട്ടൻ ആർമി ഇറങ്ങിയിട്ടുണ്ട്. കുട്ടികളൊക്കെ വലിയ കാര്യമാണ് കേട്ടോ. കുട്ടേട്ടന്റെ പാട്ടും ഇപ്പൊ പാട്ടൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ താങ്കളെ പോലെ എനിക്ക് സത്യത്തിൽ അസൂയുണ്ട് താങ്കളോട് കേട്ടോ. കാര്യം അസൂയ സ്റ്റോക്ക് എടുക്കുന്നില്ല. ഞാൻ എല്ലാവരോടും പറയാറുണ്ട് അസൂയ സ്റ്റോക്ക് എടുക്കുന്നില്ല. കാരണം എനിക്ക് തന്നെ എന്നോട് അസൂയ. ഞാൻ ഇപ്പോഴും എനിക്ക് അത്ഭുതമാണ്.
എനിക്ക് പലപ്പോഴും വിശ്വസിക്കണം, ഞാൻ എന്ത് ധൈര്യത്തിലാണ് ഞാനാണോ ഇങ്ങനെയൊക്കെ പോയതെന്ന്. ഞാൻ ഒട്ടും ആയിട്ട് പറയണം. എനിക്കിപ്പോഴും അപ്പൊ പിന്നെ പഴയ ഭാര്യയോട് ചോദിച്ചാൽ ഭാര്യയും പറയും നിങ്ങളൊരു സംഭവം തന്നെയാണ് അല്ലേ? സാർ എന്റെ കാമുകി എനിക്ക് മെസ്സേജ് അയക്കാണ്. മലയാളി ഉണ്ടായിരുന്നു. എവിടെ നിന്ന്? രാജ്യം പറയാം. കേരളമാണ്, കൊച്ചിക്കാരിയാണ്. അല്ല, കൊച്ചിയിൽ അടുത്ത ഒരാൾ അവൾ എനിക്ക് മെസ്സേജ് അയക്കുകയാണ്. എന്റെ ഏറ്റവും വലിയ തെറ്റ്, ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് താങ്കളോട് ഒപ്പം ജീവിക്കാതിരുന്നാണെന്ന് പറഞ്ഞു. ഇതിനേക്കാൾ വലിയ ജീവിത വിജയം എന്താണ്? ഇതേ വാചകം ആവർത്തിച്ചിട്ടുള്ള വേറെ കേസുകളുണ്ടോ ജീവിതത്തില്? പറയാൻ പറ്റത്തില്ല. ഇത്രത്തോളം വന്നിട്ടില്ല അല്ലേ? അത് ഫോർവേഡഡ് മെസ്സേജ് വല്ലതും ആണോ? അത് അല്ല, അവളെ നിങ്ങൾക്ക് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് അയച്ചതാ അല്ലേ? അത് ശ്രദ്ധിക്കണേ. അത് നമുക്കൊക്കെ അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഫോർവേഡഡ് മെസ്സേജ് ആവേശം കൊണ്ട് അവസാനം ഒറിജിനൽ മെസ്സേജ് വേറെ പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് 30,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഇൻകർ മോണിറ്റർ. ഇന്ത്യയും ഏത് രാജ്യവുമായുള്ള അതിർത്തിയിലാണ് മോറെ എന്ന തമിഴ് ഗ്രാമം? ഓപ്ഷൻ എ ചൈന, ഓപ്ഷൻ ബി മ്യാൻമാർ, ഓപ്ഷൻ സി നേപ്പാൾ, ഓപ്ഷൻ ഡി ബംഗ്ലാദേശ്, ഓപ്ഷൻ ഡി ഭൂട്ടാൻ. സാറേ, മ്യാൻമാറിൽ ഒരുപാട് തമിഴ് വംശജരുണ്ട്, ധാരാളം പേരുണ്ട്. ഉണ്ടോ? ധാരാളം പേര്. ഞാൻ തന്നെ പലരും കണ്ടുകൂട്ടും ചെയ്യും. ഓക്കെ, അപ്പൊ ഏതായിരിക്കും താങ്കളുടെ ഉത്തരം? എവിടെയാ പൂട്ടേണ്ടത്? നമുക്ക് ബി, മ്യാൻമാർ. ഓപ്ഷൻ ബി പൂട്ടാം. മ്യാൻമാർ പൂട്ടാം അല്ലേ? ഈ അതിർത്തിയിൽ മോറെ എന്ന തമിഴ് ഗ്രാമം ഉള്ളത് മ്യാൻമാറിലാണെന്ന് താങ്കൾ പറഞ്ഞിരിക്കുന്നു. പൂട്ടിയിരിക്കുന്നു. ഉത്തരം ശരിയാവൂ? ഓക്കെ സാർ, കൂട്ടാമല്ലോ. പെട്ടെന്നൊരു സംശയം വന്നു. മ്യാൻമാറിൽ ഇരുന്ന ഏതോ ഒരു കിളി ഇങ്ങനെ ചെലച്ചതുപോലെ. ചെലച്ചോ? കൂട്ടാം അല്ലേ? അപ്പൊ കിളിയൊന്നും ചലച്ചില്ലല്ലോ. മ്യാൻമാറിലെ കിളി ചലച്ചിട്ടില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഓപ്ഷൻ ബി താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അപ്പൊ മ്യാൻമാർ വിശേഷങ്ങൾ തന്നെ താങ്കൾക്ക് ഒരു പുസ്തകം എഴുതാനുണ്ട് അല്ലേ? ഞാൻ എഴുതി വരുന്നു. എന്നെ മാതൃഭൂമി ബുക്സിൽ നിന്ന് കോണ്ടാക്ട് ചെയ്തു. കാരണം മ്യാൻമാറിനെ പറ്റി നമുക്ക് ഒരുപാട് യാത്ര ഇതുണ്ട്. ഇപ്പൊ നേപ്പാളിനെ പറ്റിയുണ്ട്, ഭൂട്ടാനെ പറ്റിയുണ്ട്, ഒക്കെ ഉണ്ട്. മ്യാൻമാറിനെ പറ്റിയില്ല. അതും ഇനി ആർക്കും സഞ്ചരിക്കാനും പറ്റില്ല മ്യാൻമാറിലേക്ക്. എളുപ്പമൊന്നുമല്ല കേരളം. അന്നും എളുപ്പമല്ലായിരുന്നു. എനിക്ക് എന്തൊക്കെയോ ഭാഗ്യങ്ങൾ കിട്ടിയതാണ്. അപ്പൊ മാത്രമല്ല, ഇപ്പൊ താങ്കൾക്ക് അവിടെ റിപ്പോർട്ടർ ഉണ്ടല്ലോ. വഴിയുന്ന കഴിച്ച് അവിടെ തന്നെ ഇല്ലേ? ഉണ്ട്. എപ്പോഴും കണ്ടുപിടിച്ചാൽ പോരെ അല്ലേ? ഒരു ലിങ്ക് പോയിന്നല്ലേ ഉള്ളൂ. ഉണ്ട്, അല്ലാതെയും സുഹൃത്തുക്കൾ ധാരാളം ഉണ്ട്. അതുകൊണ്ട് മ്യാൻമാറിലെ എല്ലാ അപ്ഡേറ്റുകളും. അതുപോലെ ബർമ ബസാർ ചെന്നൈയിലുള്ളതുപോലെ അല്ലേ? അതെ സാർ. ഒരുപാട് ബർമീസ് ആൾക്കാരും അവിടെ ഉണ്ട്. പട്ടാളം ഇതായതുകൊണ്ട് അവർക്ക് ഇന്റർനെറ്റിനൊക്കെ പഴയ ബർമയാണല്ലോ ഇപ്പോഴത്തെ മ്യാൻമാറായി മാറിയത്. ഓക്കെ, അപ്പൊ പട്ടാളം അട്ടിമറിച്ച് അവിടെ ജനാധിപത്യം കശാപ്പ് ചെയ്തു. ജനാധിപത്യത്തെ അവിടെ നേരത്തെ ജനാധിപത്യം ആയിരുന്നില്ല. പകുതി സൂചിയെ കണ്ടോ അവിടെ അങ്ങനെ പോയപ്പോ? ഇല്ല, സൂചിയെ കാണാൻ പറ്റിയില്ല. ഞാൻ ക്യാപിറ്റലിലൂടെ വീട്ടിലിറങ്ങില്ലാന്ന് തോന്നുന്നു അല്ലേ? വീട്ടിലിറങ്ങില്ലാണ് ജീവിതം. അപ്പൊ നമുക്കിനി ഒരു കാര്യം ചെയ്യാം. അവര് കട്ടപ്പുകയാന്ന് തോന്നുന്നു അവിടെ ജീവിതം അല്ലേ? പക്ഷെ അവര് പുറത്തു വരും. കാരണം അവർക്ക് ആ തെരഞ്ഞെടുപ്പിൽ 93% വോട്ടും അവർക്കാണ്. അതുകൊണ്ടാണ് പട്ടാളം പെട്ടെന്ന് അധികാരം പിടിച്ചെടുത്തത്. അപ്പൊ എനിക്ക് തോന്നുന്നത് പട്ടാളത്തിൽ നിന്നോട് ഒരുപാട് കാലം പിടിച്ചേക്കാൻ പറ്റില്ല. ഇത് പട്ടാളത്തിന് പറ്റിയ കാലമല്ല സാർ. ഞാൻ അവസാനം ഉണ്ടായിരുന്ന മ്യാൻമാറിന്റെ ഏറ്റവും അതിർത്തി, തായ്ലാന്റ് അതിർത്തിയിൽ ഉണ്ടായിരുന്ന ഇതുപോലെ ഒരു തമിഴ് വംശജൻ. അയാളുടെ 2 കുട്ടി അവരുടെ മ്യാൻമാർ വംശജനെയാണ് കല്യാണം കഴിച്ചത്. അവരൊക്കെ സ്കൂളും കോളേജും ഉപേക്ഷിച്ചിട്ട് ഇപ്പോഴും സമരത്തിലാണ്. ദിവസം അങ്ങനെ നിരന്തരം സമരമുണ്ട്. പലരെയും എന്നെ ഒരു ദിവസം അയാൾ മെസ്സേജ് ചെയ്യണു. അവർക്ക് വളരെ അപൂർവമായിട്ടാണ് നെറ്റ് കിട്ടുക. അപ്പൊ ഇദ്ദേഹത്തിന്റെ പേര് ഓങ്ക്യാവ് എന്നാണ്. ഓങ്ക്യാവ് പല തലമുറയായി. അതുകൊണ്ട് തന്നെ ഈ മ്യാൻമാറി വംശജനായി കഴിഞ്ഞു. ശരിക്കും അവിടെ മ്യാൻമാർ ഒരുപാട് സെക്റ്റുകൾ ചേർന്ന ഒന്നാണ്. അവിടെ ഒരു വിഭാഗം മാത്രമല്ല, ഇന്ത്യക്കാരുണ്ട്, നേപ്പാൾ വംശജരുണ്ട്, അങ്ങനെ പലയിടത്തുമുണ്ട്, ബീഹാറിൽ നിന്നുള്ളവരുണ്ട്. അപ്പൊ അത്തരം വിവേചനങ്ങളൊന്നും കാര്യമായിട്ടില്ല. താങ്കളുടെ ഈ ഭക്ഷണമൊക്കെ എങ്ങനെയാ പൊതുവെ? താങ്കൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളാണോ? കഴിക്കും. സൈക്കിളിൽ ഓട്ടുമ്പോ എനർജിയൊക്കെ വേണ്ടേ? സാർ, ഇത് മനസ്സിന്റെ ഊർജ്ജമാണ്. ആണല്ലേ? അത് പ്രവഹിച്ചോളൂ അല്ലേ? സാധാരണ കഴിക്കുന്ന ഭക്ഷണം എന്താ? തൽക്കാലത്തേക്കില്ല, തൽക്കാലം ഇല്ല. ഞാൻ വീഗാൻ എന്ന് പറയും. അതായത് അത് വിദേശത്തെല്ലാം വളരെ സാധനം. അത് വീഗാൻ എന്ന് പറയും. അതായത് വെജിറ്റേറിയൻ അല്ല, അതിൽ നിന്ന് കുറെ വ്യത്യാസമുണ്ട്. അത് വെറുതെ വെജിറ്റേറിയൻ ഫുഡ് അതുമായിട്ട് ബന്ധപ്പെട്ട, അതായത് നമ്മള് മൃഗക്ഷേമത്തിന് താല്പര്യരായിട്ടുള്ള അല്ലെങ്കിൽ നീർക്കോലി വീഗൻ എന്ന് പറയാൻ പറ്റും. മൈറ്റ് ബി എല്ലാവരും. അപ്പൊ വിരാട് കോഹ്ലി അപ്പൊ താങ്കൾ വീഗൻ എന്ന് പറയുമ്പോ എന്തൊക്കെ കഴിക്കാൻ പറ്റും? എന്താണ് സാർ കഴിക്കാൻ പറ്റാത്തുള്ളത്? ഇപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോ 100-ലേറെ ഇലകൾ മാത്രം അവർ തിന്നുണ്ട്, 100 കണക്കിന് പഴങ്ങള്. ഇന്നിപ്പോ ഞാൻ ഇവിടേക്ക് വരുമ്പോ എന്റെ വെറുതെ കിച്ചണിലെ ഫ്രൂട്ട് ഷെൽഫ് നോക്കുമ്പോൾ 11 വെറൈറ്റി ഫ്രൂട്ട്സ് ആണുള്ളത്. ഫ്രൂട്ട്സ് ആണ് കഴിക്കുന്നത് കൂടുതലും. നേരത്തെ ഞാൻ ഒരുപാട് കാലം ഫ്രൂട്ട്സ് മാത്രമായിരുന്നു. യാത്രക്കിടയിൽ എനിക്ക് തോന്നുന്നു യാത്രയിൽ പല ടേസ്റ്റുകൾ അറിയണം. അതുകൊണ്ട് ഞാൻ അതിനെ മാറ്റി. അല്ല, ഞാനൊരു മലയാളി സംശയത്തിൽ ചോദിക്കുക. ഇപ്പൊ ഈ സൈക്കിളിൽ പോകുന്ന സമയത്ത് വയറ് ചീത്തയായ പ്രശ്നമില്ലേ? അപ്പൊ താങ്കൾ അതിൽ മുൻകരുതൽ എടുക്കാറുണ്ടോ? അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ ചെയ്തത്. ഫ്രൂട്ട്സ് പിന്നെ നമ്മൾ ചെന്നിട്ട് ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ. നമ്മുടെ നാട്ടിൽ യാത്ര ചെയ്യുന്നവർക്ക് ഏറ്റവും പേടി നല്ല മൂത്രപ്പുര കിട്ടുമെന്നുള്ളതാണ്.
അപ്പൊ വിദേശത്ത് പോകുമ്പോ എങ്ങനെയാ എന്റെ അവസ്ഥ? അതാണ് ഏറ്റവും സുന്ദരം സാർ. നമ്മൾ അമ്പരന്ന് ഓരോ മൂത്രപ്പുരകൾ കാണുമ്പോ ടോയ്ലറ്റിന്റെ ഫൈവ് സ്റ്റാർ ഹോട്ടൽ തുല്യ പോലെ അല്ലേ, അതുപോലെ ഇരിക്കുമല്ലേ. അപ്പൊ യഥാർത്ഥത്തിൽ സുഭിക്ഷമായ മൂത്രപ്പുര കേരളത്തിൽ ഉണ്ടാകണം എന്നാണ് അതെ 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 സൗജന്യമായിട്ട് തന്നെ അവിടെ എല്ലാം സൗജന്യമായിട്ടാണ്. ചിലയിടത്ത് നമുക്ക് വേണമെങ്കിൽ പൈസ ഇടാം, അതിന്റെ മെയിൻ്റെനൻസ്. അല്ല, ഈ ചെറിയാൻ ഫിലിപ്പ് എന്ന രാഷ്ട്രീയ നേതാവ് KTDC ചെയർമാനായി കേരളത്തിലൊരു സമയത്ത്. അപ്പൊ അദ്ദേഹം ഇപ്പൊ കോൺഗ്രസിൽ ചേർന്ന് അദ്ദേഹം വാർത്ത സൃഷ്ടിച്ചായിരുന്നു. അപ്പൊ ഇദ്ദേഹം KTDC ചെയർമാനായപ്പോൾ അദ്ദേഹത്തിന്റെ ചില ചുരുക്കം സുഹൃത്തുക്കൾക്ക് അദ്ദേഹം ഒരു കത്തെഴുതി, ഞാൻ പരിഷ്കാരം ഇവിടുന്ന് തുടങ്ങണം. എനിക്ക് എഴുതിയപ്പോൾ ഞാൻ എഴുതി വെച്ചു നിങ്ങൾ കക്കൂസിൽ തുടങ്ങണം. ആദ്യം അദ്ദേഹം ഒന്ന് ഞെട്ടി, കാരണം KTDC നടത്തുന്ന സ്ഥാപനങ്ങളിലെ കക്കൂസ് വൃത്തിയാക്കുന്നതാണല്ലോ ഏറ്റവും പ്രധാനം. ഫോറിനേഴ്സ് ഇവിടെ വരുമ്പോൾ ആദ്യം തന്നെ അവർക്ക് വേണ്ടത്, അവർക്ക് തറയിൽ കിടക്കാം, അവരെവിടെയും കിടക്കും, വൃത്തിയുള്ള ടോയ്ലറ്റ് ആണ് അവർക്ക് വേണ്ടത്. അതാണ് ഇവിടെ ഇല്ലാത്തത്. നമ്മുടെ ധാരണ അവിടെയാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അല്ലേ? ഓക്കെ, താങ്കൾ ഇത് മുഖ്യമന്ത്രിക്ക് ഒന്ന് എഴുതി അയക്കണം. ഒരു വലിയൊരു ഇൻസൈറ്റ് ഉള്ള ഒരു തോട്ടാണത്. അപ്പൊ പറ്റുമെങ്കിൽ നമ്മുടെ മന്ത്രി റിയാസിനെ അയച്ചാൽ മതി. അദ്ദേഹമാണല്ലോ ടൂറിസം നോക്കുന്നത്. അദ്ദേഹത്തിന് ഇഷ്ടം, അദ്ദേഹത്തോട് സംസാരിക്കണം. അപ്പൊ നമ്മൾ ഈ 40,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു. 40,000 റുപ്പീസ്. മോണിറ്റർ പ്ലീസ്. താങ്കളെ ഒരു ദൃശ്യം കാണിച്ചു തരികയാണ്. താങ്കൾ LED-യിലോട്ട് നോക്കുക. ഓക്കെ, ഇനിയിപ്പോ ചോദ്യം ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഏത് രാജ്യത്താണ് ഈ സംഭവം നടന്നത്? നിങ്ങൾ സമരത്തെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. 5 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ ചൈന, ഓപ്ഷൻ ബി ജപ്പാൻ, ഓപ്ഷൻ സി കൊറിയ, ഓപ്ഷൻ ഡി അമേരിക്ക, ഓപ്ഷൻ ഇ വിയറ്റ്നാം. ഏത് രാജ്യത്താണ് ഈ സംഭവം? ഒന്ന് പിടിവള്ളി എനിക്കറിയാം. പിടിവള്ളി എടുക്കാൻ നമുക്ക്. ആരുടെ പിടിവള്ളി വേണം എടുക്കാൻ? നമുക്ക് കുട്ടേട്ടാ. അരുൺ, 2 ഓപ്ഷൻസ് ഞാൻ പറയും, അതിൽ ഒന്ന് ശരി ഉത്തരം. എ ചൈന, ഡി അമേരിക്ക. ഒന്നുകിൽ ചൈന അല്ലെങ്കിൽ അമേരിക്ക, ഇതിൽ ഒരെണ്ണം ശരി ഉത്തരവാണ്. അതാണ് കുട്ടേട്ടന്റെ കുസൃതി. ഓപ്ഷൻ എ ചൈന. പൂട്ടട്ടോ? പൂട്ടട്ടെ, ഞാൻ പൂട്ടി. 40,000 രൂപയുടെ ചോദ്യമാണ്. 8-ലധികം രാജ്യങ്ങൾ ഇതിനകം യാത്ര ചെയ്ത യാത്രക്കാര പഥിക സഞ്ചാരി, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണോ എന്ന് എനിക്ക് അല്പം സംശയമില്ലാതില്ല. ചൈനയാണെങ്കിൽ ഏത് സംഭവമാണ് സാറേ? അവിടത്തെ ടിയാനൻമെൻ സ്ക്വയർ ആണോ? ഉത്തരം ശരിയാണ്. ടിയാനൻമെൻ സ്ക്വയറിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം ഉണ്ടായപ്പോൾ 100 കണക്കിന് വിദ്യാർത്ഥികൾ വെടിയേറ്റ് മരിച്ചു. വെടിയേറ്റ് മരിച്ചു എന്ന് മാത്രമല്ല, അതിൽ ഒരാള് ഈ വിദ്യാർത്ഥികൾക്ക് നേരെ പോകുന്ന ടാങ്കുകൾക്ക് മുന്നിൽ കയറി തടയാൻ ശ്രമിച്ചതാണ് ഈ സംഭവം. പിന്നെ ചൈനയിൽ എങ്ങനെ തടയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണമുണ്ട്, പിന്നെ അയാളെ കുറിച്ച് ഒന്നും അറിയത്തില്ല. അങ്ങനെ ഒരു ജ്ഞാനം ആർക്കും ഉണ്ടാവത്തില്ല. യാത്രയിൽ ചിലരെ കണ്ടുകൂട്ടി ചൈനയിൽ കൂടെ വന്ന് ഇങ്ങനെയൊക്കെയുള്ള അനുഭവമുള്ള ഒരു അമേരിക്കക്കാരനെ ജയിലിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. അമേരിക്കക്കാരനായിരുന്നു ടൂടി, അങ്ങനെ കണ്ടുകൂട്ടി. ഇതുപോലെ തന്നെ സൈക്കിൾ സഞ്ചാരി അയാള് അമേരിക്കക്കാരനായിട്ട് പിടിച്ചുകൊണ്ടുപോയി. അയാൾ ആ പിടിക്കുന്ന ആ സെക്കൻഡില് നാട്ടിലേക്ക് ഇൻഫോം ചെയ്തു. അതുകൊണ്ട് എംബസി ഇടപെട്ടുകൊണ്ട് മാത്രം പുള്ളിക്ക് പുറത്തിറങ്ങാൻ പറ്റി. അല്ലെങ്കിൽ അദ്ദേഹം ആർക്കും അറിയില്ല എവിടെ പോയി എന്നുള്ളത്. മാത്രമല്ല, അവിടെയൊക്കെ അറസ്റ്റിലാകുന്ന പല ആൾക്കാരെ കുറിച്ച് പിന്നൊരു വിവരമില്ല. സാർ അതിപ്പോ ഇവിടെ ഇല്ല. ഇവിടെ അങ്ങനെ ഒരുപാട് കേസുകളില്ല. ഇവിടെ യഥാർത്ഥത്തിൽ മീഡിയ ഒക്കെ വളരെ ശക്തമല്ലേ, എന്തൊക്കെ പറഞ്ഞാലും മീഡിയ. കാരണം മീഡിയ ഇങ്ങനെ കണ്ണു തുറന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ചില സർക്കാരുകളൊക്കെ ചില മീഡിയക്കെതിരെ ആക്ട് ചെയ്യുമെങ്കിൽ പോലും. പറയൂ കുട്ടേട്ടാ. മിസ്റ്റർ അരുൺ, താങ്കളെ മ്യാൻമാറിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ലേ? ഉണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? പട്ടാളമായിരുന്നോ അതോ പോലീസാണ്? എന്ത് പറ്റി? കൊച്ചിയിൽ വന്ന ഒരു മോണിക്ക എന്ന് പറഞ്ഞ്, അവരും ഒരു തായ്ലൻഡുകാരും 2-3 പേരും കൂടി അവരെ ഞാൻ യാദൃശ്യമായിട്ട് പരിചയപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവര് ഞാൻ ഈ ഒരു രാജ്യത്ത് എന്നറിയില്ല, നമ്മൾ ഈ ചില രാജ്യത്തൊക്കെ പോയിട്ട് ചോദിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ താങ്കൾ എങ്ങനെ കണ്ടെത്തുന്നത്? അറിയില്ല, വല്ലാത്ത സിദ്ധിയാണല്ലോ അത്. സാറേ എങ്ങനെയാണെന്ന് അറിയില്ല. ഇതെല്ലാം ചെന്ന് പെട്ടു അല്ലേ? എനിക്കൊന്ന് താങ്കളുടെ ശരീരത്തിൽ അങ്ങനെ എന്തോ ഒരു സംഭവം, ഒരു ഗന്ധം ഉണ്ടെന്ന്. സാറേ ഇത് പലതും നമ്മൾ അറിയുന്നില്ല. പലപ്പോഴും നമ്മളൊക്കെ കുറെ രാജ്യത്തൊക്കെ പോയിട്ട് ഒരാളെ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റിയിട്ട് ഇവര് എനിക്ക് വേണ്ടിയിട്ട് മാത്രം വന്നാണോന്നൊന്നും പലപ്പോഴും പല യാത്രികരും അങ്ങനെ അനുഭവം പറയാറുണ്ട്. എന്തുകൊണ്ടാണെന്നറിയില്ല. ഞാനൊരു വിശ്വാസിയോ ഒന്നുമല്ല, പക്ഷെ പലപ്പോഴും ആരോ നമ്മളെയൊക്കെ ഇങ്ങനെ എടുത്തു കൊണ്ടുപോകുന്നല്ലോ തോന്നാറുണ്ട്. അപ്പൊ ഈ മോണിക്ക ഞാൻ ഇങ്ങനെ യാത്രയുണ്ടെന്ന് എങ്ങനെയോ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മെസ്സേജ് ചെയ്തു, അരുൺ ഞാൻ തായ്ലാൻഡിൽ ഇന്നടുത്താണ്, ഇത് മ്യാൻമാർ ബോർഡറിൻ്റെ അടുത്താണ്, നിങ്ങൾ വരുമ്പോൾ ഇന്നടുത്ത് വരികയാണ്, ഞാൻ ബോർഡറിൽ വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കാറില്ല. അപ്പം എന്നാലും തച്ചിലേക്ക് എന്ന് പറഞ്ഞ് തായ്ലൻഡിലെ അടുത്തായിട്ടുള്ള ഇത് അവരുള്ള ചിയാങ് റായ് വളരെ ഫേമസ് ആണ്. നമ്മളുടെ ഫുട്ബോൾ കളിക്കാർ കുട്ടികൾ ആ ഗുഹയപ്പെട്ട ഇടമാണ്. ചിയാങ് റായ് നേരെ നോക്കി നേരെ വഴി കിടക്കുന്നു. ഞാൻ ചവിട്ടിയും കിട്ടു. അപ്പൊ അതുവരെ മ്യാൻമാറിൽ എല്ലായിടത്തും ഗ്രാമങ്ങളുണ്ട്. വല്ലാത്തൊരു ആവശ്യമല്ലേ ചവിട്ടി വിടാൻ? മോണിക്കാർ അല്പം പ്രായമുണ്ട്, പക്ഷെ മോണിക്കയുടെ ഒപ്പം 2 സുഹൃത്തുക്കളുണ്ട്. അവരെ കാണാൻ കൂടിയാണ്. സുനി എന്നും
അഫിന്യ എന്നും പറഞ്ഞ് 2 കുട്ടികൾ കൂടി ഉണ്ടായിരുന്നു. അവരെ കാണാനും കൂടിയാണ് പോണത്. അപ്പൊ നേരെ ചവിട്ടി വിടുകയാണ്. അപ്പൊ എല്ലായിടത്തും മറ്റേത് മ്യാൻമാറിൽ ഗ്രാമങ്ങളുണ്ട്, എനിക്ക് അമ്പലങ്ങളിൽ ഞാൻ ചെന്നിട്ട് അമ്പലങ്ങളിൽ കിടക്കാം. ഇതൊന്നുമില്ല, റോഡും കാടും മാത്രമാണ്. ഇടയ്ക്ക് റോഡ് പണിക്കാരെ കാണാം, വെള്ളം പോലും കിട്ടുന്നില്ല. ചിലയിടത്തൊക്കെ ചെല്ലും, ഹോട്ടലിലേക്ക് ചെല്ലും, റൂം വേണമെന്ന് പറയുമ്പോൾ അവരിങ്ങനെ കണ്ണുഴി. ഹോട്ടലിൽ റൂമിന് എന്ന് കഴിഞ്ഞാൽ ഇതെന്താണെന്നുള്ള നോക്കിയേക്കും. ആർക്കും ഭാഷ അറിയില്ല. പ്രശ്നം അപ്പൊ എനിക്ക് എന്നേരം ഒന്നും കഥയൊന്നും മനസ്സിലാവണില്ല. ഇത് കഴിഞ്ഞപ്പോൾ ചവിട്ടിയിട്ട് അപ്പൊ എന്റെ വീസ തീരാൻ ഏതാണ്ട് 2 ആഴ്ച താഴെയുള്ളൂ. അപ്പൊ നോക്കിയപ്പോൾ 600 കിലോമീറ്റർ ഉണ്ട്. കുത്തനെയുള്ള കൊലകളാണ്, എത്തില്ല എന്ന് എനിക്ക് പിടികിട്ടി. അവിടെയെല്ലാം നമ്മളെ പിക്കപ്പുകൾ ഉണ്ടല്ലോ, കാറിന്റെ പുറകിൽ ഒരല്പം സ്പേസ് ആയിട്ടുള്ള അത്തരം വണ്ടികളാണ്. അപ്പൊ അതിനെ കൈ കാണിക്കാൻ തുടങ്ങി. അപ്പൊ അവർ വന്നിട്ട് പറഞ്ഞു, ഫോറിനേഴ്സിനെ ഞങ്ങൾക്ക് കയറ്റാൻ പെർമിറ്റ് ഇല്ല എന്ന് പറയുന്നു. അപ്പോഴും നമുക്ക് തോന്നുന്നത് എന്തായാലും ചവിട്ടി പോയേ പറ്റുള്ളൂ. നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ 2 പച്ചക്കുപ്പായുടെ പോലീസുകാർ എൻ്റെ പുറകെത്തി വന്നു, എന്നെ തടഞ്ഞു നിർത്തി. നിങ്ങൾ ആരാണ്, എങ്ങോട്ടാണ് പോകുന്നത്? ഒരു മുറി ഇംഗ്ലീഷിലാണ് ഇത്. നമുക്ക് അങ്ങനെ കാര്യം മനസ്സിലാവുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ തായ്ലൻഡിലേക്ക് പോവാണ്, ഞാൻ ഇന്ത്യ എന്നുള്ള സൈക്കിൾ യാത്രികനാണ്. നിങ്ങളോട് ആരാണ് ഇവിടെ വരാൻ പറഞ്ഞത്? നിങ്ങൾക്ക് ഇതിലെ ആരാണ് ഇതിലെ പോകാൻ അനുവാദം തന്നത്? ഇതിലെന്തിനാണ് സഞ്ചരിക്കുന്നത്? ഇങ്ങനെ എളുപ്പവഴി നോക്കിയിട്ട് പോയതാണ്. അവർ വീണ്ടും ചൂടായി. അവരെന്തൊക്കെയോ അവരുടെ ഭാഷയിൽ പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലായി നമ്മൾ പെട്ടു. വരൂ, ഞങ്ങളെ പിടിച്ചു. അവിടെ വിളിക്കുന്ന പോലീസുകാരുണ്ട് അല്ലേ? എന്നാലും അത്രയും അവരിത്തിരി വളരെ ഇതായിട്ടാണ് പറയുന്നത്. എന്നോട് വരാൻ പറയുന്നു. എന്നിട്ട് അപ്പം ഞാൻ അതിരാവിലെ പുറപ്പെട്ടാണ്. ഏതാണ്ട് ഉച്ചയായി. പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല, കാരണം എങ്ങും ഒന്നും കാണുന്നില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് ലോയിലം എന്ന് പറഞ്ഞൊരു ഗ്രാമം ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ ചെന്നിട്ട് ഭക്ഷണം കിട്ടുള്ളൂ എഴുതിയിട്ട് ഞാനപ്പോൾ അങ്ങനെ പോകണം. വെള്ളം പോലും കുടിച്ചിട്ടില്ല, രാവിലെ ഇറങ്ങിയതാണ്. അവർ ഞാൻ വരുന്ന നോക്കി മുമ്പിൽ വണ്ടിയായിട്ട് നിൽക്കും. ഞാൻ നീങ്ങും, വീണ്ടും അങ്ങനെ അപ്പോൾ ലോയിലം ഗ്രാമം ഇടയ്ക്ക് ഒരു 5 കിലോമീറ്റർ കഴിയുമ്പോൾ കാണണ്ട. എനിക്ക് നല്ല ദാഹമുണ്ട്, വിശപ്പുണ്ട്. പക്ഷേ അവർ പിടിച്ചോണ്ട് പോവല്ലേ. വീണ്ടും അങ്ങനെ പോയി വീണ്ടും ഒരു 4 കിലോമീറ്റർ കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഓഫീസർ പിന്നെ മാന്യമായി. അവർ വന്നിട്ട് പറഞ്ഞു, അവർ എനിക്ക് വിസയുടെ കണ്ടീഷൻ കാണിച്ചു തന്നു. ഇതിലെ ഫോറിനേഴ്സിന് പെർമിറ്റഡേ അല്ല, ഒരു കാരണവശാലും വരാൻ പാടില്ല. ഞാൻ അകത്ത് പോകേണ്ടതാണ് വിസ. അപ്പോൾ ഈ യാത്രയിൽ എനിക്ക് മനസ്സിലായി ഞാൻ ജയിലിൽ പോവുകയാണ്. പക്ഷേ എനിക്കൊരു ഭയമൊന്നും തോന്നിയില്ല. കാരണം ഒന്ന്, നമ്മൾ അറിഞ്ഞോ അറിയാതെയാണ് നിയമം ലംഘിച്ചു. ഇവിടെയാണെങ്കിലും വിസ നിയമം ലംഘിച്ചതിന് ഫ്രഞ്ച് പൗരനെ അറസ്റ്റ് എന്ന് പറയണ പോലെ നാളെ ഇന്ത്യയിലെ വാർത്ത ഇന്ത്യൻ പൗരനെ അറസ്റ്റ് ചെയ്ത ഒരു വാർത്ത വരും, ജയിലിലായി. പ്രസക്തിയില്ല, അത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ അങ്ങനെ തന്നെ പ്രിപ്പയർഡ് ആയി കഴിഞ്ഞു. ഓക്കെ, ജയില് ഇറ്റ്സ് ആൻ എക്സ്പീരിയൻസ്, അങ്ങനെ തന്നെ കണക്കാക്കി. എന്തും ആയിക്കോട്ടെ, എന്തും സ്വീകരിക്കാനല്ലേ. അത് യാത്രയ്ക്ക് മുമ്പ് തന്നെ തീരുമാനിച്ചിരുന്നു. ഇപ്പൊ യാത്രയാണ്, ആക്സിഡന്റ് പറ്റാം, പറഞ്ഞ പോലെ അസുഖങ്ങൾ വരാം. ഒരിക്കലും ഞാൻ കിടക്കാം, എന്തും സംഭവം, മോഷണം പോകാം, ചിലപ്പോൾ കയ്യോ കാലോ പോകാം. ഞാൻ ചിന്തിച്ചത്, ഞാൻ ഒരിക്കലും സ്വയം പഴിക്കില്ല. എന്ത് സംഭവിച്ചാലും അതിപ്പോ ഇവിടെ ഇരുന്നാലും ഇതൊക്കെ സംഭവിച്ചുകൂടെ സാർ? ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തും സംഭവിക്കാം. അപ്പൊ അങ്ങനെ വന്നാലും അതിനെ സ്വീകരിക്കാം, ഒരിക്കലും സ്വയം കുറ്റപ്പെടുത്തില്ല തീരുമാനിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഞാൻ വളരെ റിലാക്സ്ഡ് ആയിരുന്നു. അതൊക്കെ ആയിരിക്കും അവർക്കും ഇത് ചെയ്ത്. പുള്ളി വന്നു ഉടനെ തന്നെ പറഞ്ഞു, നിങ്ങൾ ഇവിടം വരെ എത്തിയത് നിങ്ങളുടെ ഭാഗ്യമാണ്. ഒരു വർഷം 470 പേര് ലാൻഡ് മൈൻ പെട്ട് തൊട്ടുമുമ്പത്തെ വർഷം, ഞാൻ പോകുന്നതിന് തൊട്ടുമുമ്പത്തെ വർഷം, അതിനു മുമ്പത്തെ വർഷം ഇതുപോലെ ഒരു വർഷം, ഓരോ വർഷവും അത്രയും പേരാണ് മരിക്കുന്നത് ഇത്രയും ഭാഗത്ത്. നിങ്ങൾ ഇത്രയും കടന്നു വന്നതിന്റെ ഭാഗ്യം, നിങ്ങളെ അപ്പുറത്തേക്ക് വിടാൻ പറ്റില്ല. അതുപോലെ ഇവിടെ കള്ളന്മാരുണ്ട്. ഈ 5-6 ദിവസം ഞാൻ സഞ്ചരിക്കുമ്പോൾ എൻ്റെ ഭാഗ്യമാണ്. ഞാൻ ടെന്റ് ഉണ്ടായിരുന്നു സാധാരണ ഇതിൽ തുടക്കത്തിൽ. അപ്പം മ്യാൻമാറിൽ പലയിടത്തും ടെന്റ് പെർമിറ്റഡ് അല്ലാത്തതുകൊണ്ട് ഈ ഭാരം ചുമക്കാൻ പറ്റാത്തതുകൊണ്ടും മ്യാൻമാറിലും തായ്ലൻഡിലും നല്ല ടെന്റ് കിട്ടും. അപ്പം ഞാനിത് ഉപേക്ഷിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ കാട്ടിലേക്ക് കയറി, കാരണം ഹോട്ടൽ കയറാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കാട്ടിൽ ടെന്റ് അടിക്കുമായിരുന്നു. ഇപ്പൊ ഈ കഥ പറയാൻ ഞാൻ ഉണ്ടാകുമായിരുന്നില്ല. ഓക്കെ, അപ്പൊ പോലീസുകാർ അവസാനം വിട്ടു താങ്കളല്ലേ? അവർ വിട്ടു എന്ന് മാത്രമല്ല, അവരെനിക്ക് ഒരു ഷെയർ ടാക്സി വിളിച്ച് അതിനകത്ത് എൻ്റെ വണ്ടിയും പാക്ക് ചെയ്ത്, നിങ്ങൾക്ക് ഇത് അങ്ങോട്ടേക്ക് എന്തായാലും കടത്തിവിടാൻ പറ്റില്ല, വന്ന വഴിയെ തിരിച്ചു പോകണം, ഇത്ര രൂപ കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ വളരെ സന്തോഷം അല്ലേ? മര്യാദക്കാരായിരുന്നു അല്ലേ? വളരെ റെഡി. അപ്പൊ നമുക്കിനി 50,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. 1,00,000 രൂപ. ഇവിടെ ഒരു കളിയുണ്ട്, കുട്ടേട്ടന്റെ കളി. കുട്ടേട്ടാ, ലെവൽ 2. നമ്മുടെ ലെവൽ മാറി, 2ാം ലെവലിലേക്ക് നമ്മൾ മാറി, ലെവൽ 2. അപ്പൊ നമുക്കിനി 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. 50,000. മോണിറ്റർ പ്ലീസ്. താങ്കൾക്ക് ഇപ്പൊ ഞാനൊരു ഓഡിയോ കേൾപ്പിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോദ്യമാവാം. ഏത് പാട്ടിന്റെ തുടക്കമാണ് ഈ വിജയം? ഓപ്ഷൻ എ, ആരെയും ഭാവഗായകനാക്കും. ഓപ്ഷൻ ബി, കേവല മർത്യ ഭാഷ കേൾക്കാത്ത. ഓപ്ഷൻ സി, മഞ്ഞൾ പ്രസാദവും. ഓപ്ഷൻ ഡി, നീരാടുവാൻ നിളയിൽ നീരാടുവാൻ. ഓപ്ഷൻ എ, പ്രീളാഭരിതയായി. താങ്കൾ പാട്ട് കേൾക്കുന്ന ആളാണോ? അതെ സർ. പാടുവോ?
പാടില്ല. പാടില്ല. അതുകൊണ്ട് പാടാനുള്ള കഴിവില്ലാത്തതുകൊണ്ടാണ് നമ്മൾ എളുപ്പമുള്ള മാർഗം നോക്കി നോക്കിയത്. തിരഞ്ഞെടുത്തത്. ഇവിടെ ഒരാൾ പാടും, പുള്ളിക്ക് വലിയ പാടില്ല. ആരെ? കുട്ടേട്ടൻ. എനിക്ക് ഉത്തരം അറിയാമെങ്കിലും ഞാൻ ഒരു പിടിവള്ളി കൂടി എടുക്കുന്നു. ഏത് പിടിവള്ളി വേണം? നമ്മുടെ കൂട്ടുകാരുടെ വേണോ? സാർ ഞാൻ അവരുടെ നേരത്തെ പങ്കാളികളുടെ. അപ്പൊ നിങ്ങൾക്ക് പറയാം, നിങ്ങളിൽ പാട്ട് കേൾക്കുന്ന ആരാ സാധാരണ? പ്ലാസ്റ്റിക് വിരുദ്ധൻ പാട്ട് കേൾക്കത്തില്ലേ? കേൾക്കുന്നതാണ്. എല്ലാ നക്ഷത്രങ്ങൾ എന്ന ചിത്രത്തിലെ പാട്ടാ ഇത് മുഴുവൻ. ONV സാറിന്റെ രചനയാ. നീരാടുവാൻ നീരാടുവാൻ. നോക്കണോ അതൊന്നുകൂടെ? താങ്കൾ പാട്ട് പാടുവോ? ഇപ്പൊ ഇല്ല. ജപ്പാനിൽ വെച്ച് പാട്ട് നിർത്തിയോ? ഇല്ല, അവിടെയും കേൾക്കുമായിരുന്നു നമ്മുടെ പാട്ടുകളോടും അവിടുത്തെ പാട്ടുകളൊക്കെ. നമ്മുടെ ജപ്പാനിലെ പാട്ട് എങ്ങനെ ഉണ്ട്? അവരുടെ പാട്ട് അവരുടെ തനതായ പാട്ട് സീരിയസ് ആണെന്ന് തോന്നുന്നു അല്ലേ എല്ലാത്തിലും? അങ്ങനെ പൊതുവെ അവർക്ക് എന്റർടൈൻമെന്റിൽ വലിയ താല്പര്യമില്ലെന്ന് തോന്നുന്നു. അടുത്ത് കഴിയുമ്പോൾ പക്ഷെ നേരെ മറിച്ച പൊതുവെ അവരെ അടുക്കാൻ വേണ്ടി അവർ നിന്ന് തരണ്ടേ? ഞാൻ ഹോങ്കോങ് ചോദിച്ചു ജപ്പാൻകാരെ കണ്ടു. അവര് നിൽക്കുന്നതിന് മുമ്പ് നടക്കുവോ? വളരെ സമയത്തിന്റെ വില എന്ന് പറയില്ലേ? നമുക്ക് അതെ അതെ സമയത്തിനൊന്നും ഒരു പൊതുവേ ഇല്ല, നമുക്ക് കുറവാണ്. അവരതിന് അത്രയും ടൈം സമയത്തിന് എങ്ങനെ വിലയില്ലാതാക്കാൻ നമ്മൾ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? ഓക്കെ, അപ്പം താങ്കൾ പറയുന്നത് നീരാടുവാൻ, നിളയിൽ നീരാടുവാൻ. അപ്പൊ അവരെ വിശ്വസിക്കാമോ? നമുക്ക് കൊടുക്കാം, വിശ്വസിക്കാം. ഒരു ജപ്പാൻ ഇറക്കുമതിയാ ഇത്. അതെ, അതുവഴി പോണോ? അതെ, പോകാം. എനിക്ക് എല്ലാ നക്ഷത്രങ്ങളിലും ആയതുകൊണ്ടാണ് ആവശ്യപ്പെടുന്നത്. ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് കേട്ടുപോകാം. അത് തന്നെയാണോ പാട്ടെന്നുള്ളത്? ഓപ്ഷൻ ഡി നമ്മൾ കൂട്ടുന്നു. ഓക്കെ, പ്ലേ. അപ്പോ അത് മതി. ഓക്കെ, താങ്ക് യു. അപ്പോ ജപ്പാൻ ഇമ്പോർട്ട് ഞങ്ങളുടെ 3 പേരും കൂടെ. നിങ്ങൾ 3 പേരുടെ ഉത്തരം ശരിയാണ്. നീരാടുവാൻ, നിളയിൽ നീരാടുവാൻ. ഇതെല്ലാം ONVയുടെ രചനയായിരുന്നു. ബോംബെ രവിയുടെ നക്ഷത്രങ്ങളിലെ ആയതുകൊണ്ടാണ് എല്ലാം ചെറിയ. ഇത് ഭാരതപ്പുഴ നീരാടുന്നതിനെ കുറിച്ചാണ് ഈ പടത്തിൽ പറയുന്നത്. അപ്പൊ താങ്കൾ ഏറ്റവും നല്ല നീരാട്ട് നടത്തിയ എവിടെയാ? ലാവോയില് മെക്കോങ് നദി. അതിന് നമ്മുടെ നാട്ടിലുള്ള ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ കുളിക്കടവിലൊക്കെ ഒളിഞ്ഞു നോക്കുക അങ്ങനെയൊക്കെ പറയുന്ന കേസൊക്കെ വരാറുണ്ട്. താങ്കൾ യാത്ര ചെയ്യുന്നതിനിടെ അങ്ങനെ ക്യാമറയായിട്ട് വരെ എടുത്ത് നിന്ന് അവർ ഞങ്ങളോടൊപ്പം നിൽക്കുന്നു. ധാരാളം പേരുണ്ടായിരുന്നു, ഒരു കുഴപ്പമില്ല. പിന്നെ ഈ ഒരു കൾച്ചറിനകത്ത് അവരധികം പുഴയിലേക്ക് കയറില്ല. ഇപ്പൊ രാജൻ ചേട്ടൻ പറഞ്ഞ നേരത്തെ നമ്മളുടെ കമ്പാനിയനായിട്ടുള്ള രാജൻ ചേട്ടൻ ജപ്പാനിൽ പറഞ്ഞ ഒരു അനുഭവം ഓർക്കുകയാണ്. അത് രാജൻ ചേട്ടന്റെ വാക്കിലൂടെ തന്നെ പോകുന്നതായിരിക്കും. രാജൻ ചേട്ടാ, ജപ്പാനിലെ അനുഭവം വളരെ മനോഹരമായിട്ട് 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, നമ്മളിതുപോലെ തന്നെ കുളിക്കാൻ പോയ ഒരു കാര്യമുണ്ട്. ഞങ്ങളവിടെ ചെന്നതിന് ശേഷം പണ്ട് മണ്ടന്മാർ ലണ്ടനിൽ എന്ന് പറഞ്ഞതുപോലെ തന്നെ 5 മലയാളികൾ ടോക്കിയോയിൽ ഞങ്ങൾ സ്വയം ഉണ്ടാക്കിയ ഒരു കഥയുണ്ട്. അപ്പോൾ ഓഫിന്റെ ദിവസം കുളിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ ഉള്ളതാണല്ലോ, പുറത്ത് കുളിക്കാൻ പോകുന്നിട്ട് വളരെ മനോഹരമായ തടാകങ്ങളും നദികളൊക്കെ അവിടെ കണ്ടു. തോർത്തെല്ലാം കയ്യിലെടുത്ത് സോപ്പൊക്കെ ആയിട്ട് പോവുകയാണ്. കിലോമീറ്ററുകൾ നടന്നപ്പോഴും ഈ പുഴയിൽ മനുഷ്യരാരും കുളിച്ച് കാണുന്നില്ല. അങ്ങനെ കുറേ ദൂരം നടന്നിട്ട് തിരിച്ചു വന്നു. ഇപ്പൊ ചോദിക്കാനായിട്ട് ഭാഷ അറിയില്ല, ഇംഗ്ലീഷ് അറിയാവുന്നവരോട് വളരെ ചുരുക്കമാണ്. അങ്ങനെ തിരിച്ചു വന്നതിന് ശേഷം അറിയാവുന്ന ഇംഗ്ലീഷ് അറിയാവുന്നവരോട് ചോദിച്ചപ്പോഴാണ് അവർ ഇങ്ങനെ തലയറിഞ്ഞ് ചിരിച്ചിട്ട് പറഞ്ഞ്, ഇവിടെ അത് പറ്റില്ല, കാരണം ഒന്ന് സോപ്പ് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ സോപ്പ് വെള്ളത്തിൽ ചേരും, അപ്പോൾ അതങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല, ഇവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കുളിക്കാൻ പറ്റില്ല, അതിന് പ്രത്യേകം സ്ഥലങ്ങളുണ്ട് എന്ന് പറഞ്ഞു. 2, ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്ന ഒരു കാര്യത്തിൽ കുട്ടികളെ സാറ് കുളിക്കടവിൽ ഒളിഞ്ഞു നോക്കണ ഒരു കാര്യം പറഞ്ഞു. പൊതുവേ നമ്മൾ വളരെയധികം ഭയഭക്തിയോടുകൂടി അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിന് അടിസ്ഥാനമായി വളരെ നല്ല മനുഷ്യരായി ജീവിക്കാനുള്ള ഒരു എക്സ്ട്രാ കാര്യമാണല്ലോ നമ്മുടെ മതം, അല്ലെങ്കിൽ നമ്മൾ അനുശാസിച്ച് വളർത്തുന്നത്. അപ്പോഴും നമ്മുടെ നാട്ടിൽ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്തുകൊണ്ട് ഉണ്ടാകുന്നു. 2 മാസം പ്രായമുള്ള കുഞ്ഞു തുടങ്ങി 90 വയസ്സുള്ള അമ്മൂമ്മ വരെ ഈ പ്രശ്നങ്ങൾക്ക് ഇരയാകുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ കണ്ടത് എപ്പോഴും വഴിയിലേക്ക് നോക്കിയിട്ട് കൊച്ചു കുട്ടികളായിരിക്കും. ഒരു പ്ലേ സ്കൂളിൽ മുതൽ വരുമ്പോൾ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും അവർ 2 പേരെയും കൈ ചേർത്ത് പിടിച്ചിട്ടാണ് അവർ വഴിയിലൂടെ ഒരു പാർക്കിലേക്ക് പോകുന്നതോ സ്കൂളിലേക്ക് പോകുന്നതോ ഒക്കെ എങ്ങനെയാണ്. അങ്ങനെ അതിനുശേഷം അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വളരെ ഭംഗിയാണ് അവരെ കാണാനായിട്ട്. ചിത്രശലഭങ്ങളെ പോലെ ഇരിക്കും, അത്ര മനോഹരമാണ്. അപ്പോൾ കൂടുതൽ അവരെ പറ്റി അറിയാനും സ്കൂളിംഗ് എങ്ങനെയാണെന്ന് അറിയാനുള്ള ഒരു താല്പര്യമൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അരുണിന്റെ കുറച്ച് സ്വഭാവമൊക്കെ ഞങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് അറിയുന്നത് അവർ അങ്ങനെയായിരിക്കും, ഒരു പാർട്ട്നേഴ്സിനെ അവിടെ വെച്ച് തന്നെ അവരുണ്ടാക്കുകയാണ്. സുഹൃത്തുക്കൾ ഉണ്ടാവും, എന്നാലും എപ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ചേർന്നായിരിക്കും ചെയ്യുക. കൂടാതെ അന്ന് ഞങ്ങളെ ലജ്ജിപ്പിച്ചതും തുറന്നു തന്നെ പറയാം, ഞങ്ങൾക്ക് ഭയങ്കര, കാരണം നമ്മൾ വളരെ പ്യൂരിറ്റൻസ് ആണല്ലോ. അപ്പം അങ്ങനെ 7ാം ക്ലാസ് വരെയുള്ള സമയത്ത് അവർ സെൻറ്റക്കി എന്ന് പറയും, അവർ ഈ ആൺകുട്ടിയും പെൺകുട്ടിയും അങ്ങനെ ഓരോരുത്തരും അവർ നഗ്നരായിട്ടാണ് കുളിക്കുന്നത്. അവർ ഒരുമിച്ചാണ് കുളിക്കുന്നത് 7ാം ക്ലാസ് വരെയുള്ള സമയത്ത് കുളിക്കുന്നത്. അപ്പോൾ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? നമുക്കത് വളരെ ലജ്ജാകരമായിട്ട് തോന്നി, വളരെ മോശമാണല്ലോ നിങ്ങൾ കാണിക്കുന്നതെന്നാണ് അന്നത്തെ എൻ്റെ അഭിപ്രായം. ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഞങ്ങൾ ഇവരെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മളിവിടെ നമ്മുടെ സെക്സ് പഠിപ്പിക്കുന്നുണ്ടോ, നമ്മുടെ പാർട്ട് വിഷയമാണ്, എത്ര ഫലപ്രദമായിട്ട് അത് പോണേന്നുള്ളതിനെ പറ്റി വ്യക്തിപരമായിട്ട് എനിക്ക് സംശയമുണ്ട്. മറിച്ച് അവിടെ അവരതിൻ്റെ കൗതുകങ്ങളോ എല്ലാം ഞാൻ തന്നെയാണ് നീ, അല്ലെങ്കിൽ എന്താണ് നിന്നിലുള്ള പ്രത്യേകത എന്നുള്ളത് അവർ തൊട്ടും അറിഞ്ഞും ഈ 7 ക്ലാസ്സിൽ മനസ്സിലാക്കുന്നു. അവർക്ക് രണ്ടാമത് ആദ്യം സാർ ഉപയോഗിച്ച വാക്കോ അതിൻ്റെ കുറേയും കൂടി ബലപ്രയോഗത്തിലൂടെയോ ഇത് അറിയണമെന്നില്ല.
അങ്ങനെ അവർ രൂപപ്പെടുത്തിയെടുക്കാൻ താങ്ക് യു താങ്ക് യു. അപ്പൊ നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഇപ്പൊ നമുക്ക് 1,00,000 രൂപ കയ്യിലായി. ഇനി നമ്മൾ 60,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കിടക്കാണ്. 60,000 അടുത്ത സൈക്കിൾ യാത്രയ്ക്ക് പറ്റിയ പൈസയായി അല്ലേ? അപ്പൊ ഈ പൈസയൊക്കെ പൊതുവെ എങ്ങനെയാ താങ്കള്? സാറേ, യാത്രയിൽ ട്രാവൽ കാർഡ് എന്ന് പറഞ്ഞ് ഒന്നുണ്ട്. അതിനകത്തേക്ക് ഞാനിവിടെ എന്റെ ഇപ്പൊ മോഷണം പോയിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള പണമേ പോവാവുന്നുള്ളതുകൊണ്ട് നമ്മൾ മൊബൈൽ മോഷണം പോയി അല്ലെങ്കിൽ സൈക്കിൾ മോഷണം പോയി ഞാൻ പ്രിപ്പയർഡ് ആണ്. പൊക്കോട്ടെ, അത്രേ ഉള്ളൂ. വേറെ ഒന്നും എന്റെ പോകാനില്ല. അല്ല, വലിയ തുകയൊക്കെ സംഭരിച്ചതിന് ശേഷമാണോ താങ്കൾ യാത്ര തുടങ്ങുന്നത്? ഞാനൊരു 2.5 ലക്ഷം രൂപ PF നിന്ന് ലോൺ എടുത്താണ് യാത്ര ചെയ്യുന്നത്. പ്രോഡമണ്ടിന്ന് ലോൺ എടുത്ത് യാത്ര പോയി ആദ്യത്തെ സൈക്കിളുകാരനാണോ താങ്കൾ? ആയിരിക്കും. ചരിത്രത്തിൽ സ്ഥാനം നേടി. സാറേ, നമ്മൾ ലോൺ എടുത്ത് വലിയ വീട് വയ്ക്കും, കാറ് മേടിക്കും. ഇത് യഥാർത്ഥത്തിൽ ജീവിതത്തിലേക്കുള്ള ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞ മോണിക്കയോടൊപ്പം വന്ന ഒരു ജർമ്മൻ ഷെഫ് ഉണ്ടായിരുന്നു, മാരിസൽ എന്ന് പറഞ്ഞ്. അവരും കൊച്ചിയിൽ വന്നാണ്. ഞാൻ അവരെ ഒരാഴ്ച കൊച്ചിയിലെല്ലാം കാണിക്കാൻ കൊണ്ടേ. അപ്പോൾ അവർ പറഞ്ഞൊരിതുണ്ട്, അരുൺ, അവരൊരു പരിപാടിക്ക് അവരെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഈ വാക്കുകളാണ്: ഇൻസ്റ്റെഡ് ഓഫ് ഇൻവെസ്റ്റിംഗ്, നമ്മൾ വലിയ വീടുകളിൽ, വലിയ കാറുകളിൽ, വലിയ പദവികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. സാർ, അത് വല്ലാത്തൊരു എന്റെ ഇപ്പോഴും അത് എന്നെ മാറ്റിയത് അതാണ്. അവരാ വാക്ക്. താങ്കൾ വീട് വെച്ചില്ലേ? സാർ, ഒരു കുഞ്ഞു മുള കൊണ്ടുണ്ടാക്കിയ മുള കൊണ്ട് കിടക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടോ അതിനകത്ത്? ധാരാളം. 3 നിലയായിരുന്നു. 3 നിലയ്ക്ക് മുള വീട്. 3 നിലയിൽ മുള വീടായിരുന്നു. ഓക്കെ, അത് നല്ല കാര്യം. 2.5 ലക്ഷത്തിന്റെ പ്രോഡമണ്ടിലാണ് താങ്കൾ യാത്ര തുടങ്ങിയത്. നമുക്കിതൊന്ന് നോക്കാം, ഈ 60,000 കിടപ്പ് എങ്ങനെയാണെന്ന്. ഓക്കെ, മോണിറ്റർ. അപ്പോൾ താങ്കളുടെ വീട് മുള വീട് 3 നിലയെന്നല്ലേ പറഞ്ഞു? ഒരു 8-10 നിലയുള്ള ഒരു സാധനം കാണിച്ചു തരാം. അപ്പോൾ ഒന്ന് നോക്കിക്കോളൂ LED-യിലേക്ക്. ദൃശ്യം കണ്ടല്ലോ. ചോദ്യം ഇതാണ്: എവിടെയാണ് ഈ ലൈറ്റ് ഹൗസ്? ഓപ്ഷൻ എ ഗോവ, ഓപ്ഷൻ ബി കൊച്ചി, ഓപ്ഷൻ സി കോവളം, ഓപ്ഷൻ ഡി മുംബൈ, ഓപ്ഷൻ ഇ ചെന്നൈ. സാർ, നമുക്ക് ഓപ്ഷൻ സി കൂട്ടാം. കോവളം പൂട്ടാം അല്ലേ? കോവളം ഒരു കളിയല്ലേ? വീഴുന്നെങ്കിൽ വീഴട്ടെ. താങ്കളൊന്ന് തീരുമാനിച്ചിറങ്ങിയ ഒരാളാണ് അല്ലേ? ആശുപത്രിയെങ്കിൽ ആശുപത്രി, പോലീസ് സ്റ്റേഷനെങ്കിൽ പോലീസ് സ്റ്റേഷൻ. ഓക്കെ, മരണമെങ്കിൽ മരണം. ഇപ്പൊ കോവളം നമ്മൾ പൂട്ടി. കോവളത്തെ ലൈറ്റ് ഹൗസ് ആണ് നമ്മൾ കണ്ടതെന്നാണ് താങ്കൾ ചിന്തിച്ചിരിക്കുന്നത്. അപ്പോ 8 മാസം ഒക്കെ എടുത്ത് അല്ലെ, ഒരു കൊല്ലമൊക്കെ എടുത്ത് യാത്ര ചെയ്യുന്ന ആളാണ് താങ്കൾ. എനിക്ക് പ്രേക്ഷകരോടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾക്കറിയാം, പ്രധാനമായിട്ടും കുട്ടികൾക്ക് കുട്ടേട്ടനെ അയച്ചു കൊടുക്കാനുള്ള സംരംഭം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മത്സരാർത്ഥിയോട് മാത്രമല്ല, പ്രേക്ഷകരോടും നമുക്കൊരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ തെളിയുന്ന ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില ഡീറ്റെയിൽസ് ചോദിക്കും. ആ ഡീറ്റെയിൽസിന് മറുപടി ലഭിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ കുട്ടേട്ടനെ, അതായത് തിരഞ്ഞെടുക്കപ്പെട്ട 5 പേർക്ക് കുട്ടേട്ടനെ വീട്ടിൽ അയച്ചു കൊടുക്കും. ഈ കുട്ടേട്ടനല്ല, ഈ കുട്ടേട്ടന് 12 അടി നീളമുണ്ട്. അപ്പൊ ചെറിയൊരു ഇതിന്റെ ഒരു കുട്ടി പതിപ്പ് അയച്ചു കൊടുക്കും. പ്രേക്ഷകരോട് ഞാൻ ഇന്നത്തെ ചോദ്യം പറയാം: വട്ടത്തിൽ ചവിട്ടിയാൽ നീളത്തിൽ ഓടിപ്പോകുന്ന സാധനം എന്താണ്? ഇപ്പൊ തന്നെ നിങ്ങൾ ഉത്തരം അയച്ചോളൂ. ഉത്തരം അയച്ചു കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന 5 വിജയികൾക്ക് 5 കുട്ടേട്ടനെ അയച്ചു കൊടുക്കും. അപ്പോ QR കോഡ് സ്കാൻ ചെയ്തു ഇപ്പൊ തന്നെ. അപ്പൊ നമുക്ക് അരുൺ, താങ്കൾ പറഞ്ഞത് കോവളം എന്നാണ്. ഏറ്റവും ലോകത്ത് അറിയപ്പെട്ട നമ്മുടെ ഇന്റർനാഷണൽ ബീച്ചാണ് കോവളം. അവിടെയാണ് ഈ ലൈറ്റ് ഹൗസ് എന്ന് താങ്കൾ പറഞ്ഞു. നിർഭാഗ്യവശാൽ താങ്കൾ പറഞ്ഞ ഉത്തരം, എന്റെ യാത്രക്കാരാ, താങ്കൾ മുഖപിടിച്ച് ഇവിടെ വീഴാൻ പോകുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല. ഉത്തരം ശരിയാണ്, കോവളമാണ്. ഒരുപക്ഷെ നമ്മുടെ ലോകത്തെ സഞ്ചാരികൾ യാത്ര പോകുന്നതിന്റെ ഭാഗമായിട്ട് തേടി വരുന്ന ഒരു സ്ഥലമാണ് കോവളം അല്ലെ? കേരളത്തിലെ എനിക്ക് തോന്നുന്നു ടൂറിസം ടെമ്പർ ഉള്ള അപൂർവം ഗ്രാമങ്ങളിൽ ഒന്നാണ് ഈ കോവളം. പിന്നെ വർക്കലയുണ്ട്. അതുപോലെ സാറേ, ഫോറിനേഴ്സിന് നമ്മളിപ്പോ യൂറോപ്പിൽ പോകണമെന്ന് പറയുന്ന പോലെയാണ് അവർക്ക് ട്രോപ്പിക്സിൽ വരിക എന്നുള്ളത്. ഞാനിപ്പോ തായ്ലാന്റ് മുതൽ ബാലിയിൽ, അവിടെ 10,000 ആൾക്കാർ 20-30 വർഷമായിട്ട്, നേരത്തെ പറയാൻ മോണിക്കടക്കം 30 വർഷമായിട്ട് അവിടെ വന്ന് സെറ്റിൽ ചെയ്തവരെ കാണുകയാണ്. അവർ റിട്ടയർമെന്റ് അവിടെയാണ്. നമ്മൾ റിട്ടയർമെന്റ് യൂറോപ്പിലാവണമെന്ന് ആഗ്രഹിക്കണ പോലെ. കാരണം അവർക്ക് ചൂട് കിട്ടണം, നല്ല ഭക്ഷണം കിട്ടണം. ഈ കാലാവസ്ഥ ട്രോപ്പിക്സ് ആണ്. ആ ട്രോപ്പിക്സിന്റെ ഭാഗമാണ് നമ്മളും എല്ലാം. നമ്മൾ ഏതാണ്ട് സെയിം ഇതിൽ വരുന്നതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അവരിൽ വളരെ കുറച്ച് പേരെ ഇവിടെ സെറ്റിൽ ചെയ്യുന്നുള്ളൂ. അത് നമുക്ക് കാണുന്ന വളരെ കുറഞ്ഞ ടൂറിസ്റ്റുകളേ ഉള്ളൂ. ലോക ടൂറിസം അല്ലേ? ഓക്കെ, ഞാൻ ഈ താങ്കളുടെ സൈക്കിളിന്റെ ഒരു പ്രത്യേകത ചോദിക്കുക. ഈ സൈക്കിള് പറഞ്ഞു ജയിച്ചതാണോ അതോ എന്താണ് അതിന്റെ പ്രത്യേകത? സാറേ, ഇതിനെ അവർ പറയുക ടൂറിംഗ് ബൈക്ക് എന്നാണ്. അതായത് ടൂറിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബൈക്ക്. സൈക്കിൾ എന്നുള്ള പ്രയോഗം നമ്മൾക്ക് മാത്രമേ ഉള്ളൂ, ഇന്ത്യക്കാർക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ അവിടെ വന്നിട്ട് സൈക്കിൾ എന്ന് പറഞ്ഞപ്പോൾ അവരിങ്ങനെ അത്ഭുതത്തോടെ കൂടി നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെയാണ് മനസ്സിലായത് ഇത് ബൈക്കാണ്, മറ്റേത് മോട്ടോർ ബൈക്കാണ്. അതെ, അപ്പൊ ഇത് ടൂറിംഗ് ബൈക്ക് എന്നാണ് അവർ പറയുക. അപ്പൊ ഞാൻ യൂട്യൂബിൽ, നമുക്ക് വേറെ ഇത് ഉപയോഗിച്ചിട്ടുള്ള ആരും പോയിട്ട് കണ്ടിട്ടുള്ള ആരുമില്ല. കാരണം ഇങ്ങനെ ട്രെൻഡ് നമുക്കില്ല. അപ്പൊ യൂട്യൂബിനെ ഭഗവാനെ എടുക്കുക, പല സഞ്ചാരികളുടെ നോക്കി. അപ്പോൾ കൂടുതൽ പേര് ഉപയോഗിക്കുന്നത് ഇതാണെന്ന് കണ്ടു. ഒരു അമേരിക്കൻ നിർമ്മിത സാധനമാണ്, ഫെയർലി ഡിസ്ക് ട്രക്കർ എന്ന് പറഞ്ഞ്. അതിലും കൂടിയിട്ടുണ്ട്, വില അവൻ്റെ എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പം ഞാനത് എടുക്കുകയാണ്. രണ്ടും കൽപ്പിച്ച് ഇപ്പം ചെയ്ത പോലെ
അങ്ങെടുത്തു. ഇത് എങ്ങനെയാണെന്നോ ഒന്നും അറിയില്ല. എടുത്തോണ്ട് വന്നാൽ 2 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇതുണ്ട്. എത്തിക്കഴിഞ്ഞാൽ പോയാൽ പോയി. പക്ഷേ ഇത് മനസ്സിന്റെ ഒരു വിശ്വാസമാണ്. അഥവാ നമ്മൾ പ്രിപ്പയർഡും ആണ്. എന്തോ ആയിക്കോട്ടെ, ഓക്കെ ഞാൻ നമ്മൾ വയസ്സിൽ ആദ്യം സൈക്കിൾ പിടിച്ചത് ഞാൻ 10-ലെത്തിയപ്പോഴാണ് പഠിക്കുന്നത്. കാരണം വീട്ടിൽ ബാക്ക്ഗ്രൗണ്ട് മോശമായിരുന്നു. അതിനേക്കാൾ ഉപരി നമുക്കത് അത്തരം ഒരു സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നില്ല. ഈ സൈക്കിളിൽ കയറ്റി പോകുന്ന ഒരു പരിവുണ്ടല്ലോ, കയറ്റി വിട്ടാൽ പോകുന്ന ആൾ പറയുന്നത് അങ്ങനെ നല്ലതായിട്ടല്ല, ഒരു ഹാൻഡിൽ ബാലൻസ് മാത്രമായ ഒരു സമയത്ത് സൈക്കിളിൽ പോകുമ്പോൾ താങ്കൾ വിചാരിച്ചു താങ്കളുടെ ജീവിതത്തിന്റെ ഒരു ദിശ തന്നെ ഇത് മാറ്റി എഴുതുന്നു? ഇല്ല, പക്ഷെ അപ്പോഴും എന്റെ ഉള്ളിൽ ഈ നേരത്തെ പറഞ്ഞ ആ വാർത്ത ഫോൺ ചെയ്യുന്നുണ്ട്. എന്റെ ഉള്ളിൽ അപ്പോഴും ആ ചിത്രമുണ്ട്, സൈക്കിൾ പഠിക്കുമ്പോഴും എല്ലാം. പക്ഷേ അപ്പൊ യഥാർത്ഥത്തില് താങ്കളുടെ സൈക്കിൾ യാത്രക്കിടയിൽ ഒരു സ്ഥലത്തും വെച്ച് ഈ സൈക്കിൾ പഞ്ചറായിട്ടില്ല? കാരണം അതൊരു ഫിൻലാൻഡ് മെയ്ഡ് ഒരു ഷാൽബെ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെയാണ്. $100 ഒരു ടയറിന് വിലയുണ്ട്. നമ്മളൊരു കാറിന്റെ ടയറിന്റെ വിലയായിട്ട് കമ്പയർ ചെയ്യുക. അപ്പൊ അവരതിനെ പറയുക ബുള്ളറ്റ് പ്രൂഫ് ടയറിനാണ്. അതായത് അത്യാവശ്യം കത്തി വെച്ച് മുറിച്ചാലും പറ്റില്ല എന്നുള്ളത്. ഞാൻ യാത്രക്കിടയിൽ ഒരു സായിപ്പിനെ കണ്ടു. അയാൾ 1 ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞു, ഒരു കുഴപ്പമില്ലാതെ. എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മുട്ടയായി. എന്റേതിന് അങ്ങനെ മുട്ട പോലും ആയിട്ടില്ല. കാരണം അത് ആ പ്രത്യേക രീതിയിൽ അവരുടെ അവർ കോംപ്രമൈസ് ചെയ്യില്ല. പ്രൊഫഷണലിസം, പെർഫെക്ഷനിസം, അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയില്ല. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. നമ്മൾ ഈ 70,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. 70,000 മോണിറ്റർ. ഇനി പറയുന്നതിൽ യൂറോപ്യൻ കോളനി ആയിട്ടില്ലാത്ത ഏഷ്യൻ രാജ്യം ഏതാണ്? ഓപ്ഷൻ എ പാകിസ്ഥാൻ, ഓപ്ഷൻ ബി ഹോങ്കോങ്, ഓപ്ഷൻ സി വിയറ്റ്നാം, ഓപ്ഷൻ ഡി കംബോഡിയ, ഓപ്ഷൻ ഇ തായ്ലൻഡ്. യൂറോപ്യൻ കോളനി ആയിട്ടില്ലാത്ത രാജ്യം ഏഷ്യയിൽ. സർ, നമുക്ക് ഓപ്ഷൻ ഇ തായ്ലൻഡിന് കൂട്ടാം. കൂട്ടാമോ? കൂട്ടാമോ? ഞാൻ പൂട്ടി. താങ്കൾ തായ്ലൻഡ് വഴി യാത്ര ചെയ്തിട്ടുണ്ട്? ഉണ്ട് സർ. തായ്ലൻഡിൽ താങ്കളെ അമ്പരപ്പിച്ച കാര്യം എന്താണ്? അവരുടെ ചിരി, അവരുടെ ലാൻഡ് ഓഫ് സ്മൈൽസ് എന്നാണ് തായ്ലൻഡ്. പെൺകുട്ടികളുടെ ചിരിയാണോ ആൺകുട്ടികളുടെ ചിരിയാണോ? പൊതുവെ അവരെ ഇതിന്റെ പ്രത്യേകത പെൺകുട്ടികളാണ്, സ്ത്രീകളാണ് എല്ലാത്തിലും മുന്നിട്ട് നിൽക്കുക. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പിന്നെ അട്രാക്ഷൻ ഉണ്ടല്ലോ, സ്വാഭാവികമായിട്ടും അത് സ്വാഭാവികം. താങ്കളുടെ ചിരി മോശമല്ല, പക്ഷേ എന്റെ ഒരു ഭാഗ്യമായിരിക്കും. അതുകൊണ്ടാണ് എനിക്ക് പലയിടത്തും വളരെ പ്ലസന്റ് ആണ് താങ്കൾ. അതെ, മാത്രമല്ല ആ നരകൾക്കിടയിലൂടെ ആ ചിരി ഇങ്ങനെ പ്രകാശിച്ചു വരുന്നത് നമുക്ക് അറിയുന്നു. ചിലരൊക്കെ ഓഷോയാണെന്നൊക്കെ പറഞ്ഞ് ഓഷോയുടെ ജൂനിയർ അടുത്ത് പറയുന്നവരുണ്ട്, ഓഷോയുടെ ലുക്ക് ഉണ്ടെന്നൊക്കെ അറിയില്ല. കുറച്ചൊക്കെ തെളിയിച്ചിട്ടുണ്ടോ? ഉണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അദ്ദേഹത്തെ വായിക്കാനായിട്ട്. ഓഷോ ആണോ താങ്കളുടെ ഗുരു? അങ്ങനെ എല്ലാവരും എന്റെ ഗുരുക്കളാണ് സാർ. ഈ ഒരാൾ മാത്രമല്ല, എന്റെ ഒരു കുട്ടി വരെ പലപ്പോഴും എനിക്ക് ഗുരുവായിട്ടുണ്ട്. തായ്ലൻഡിൽ താങ്കൾക്കുള്ള ഏറ്റവും വലിയ അനുഭവം എന്തായിരുന്നു? കാട്ടിലെങ്ങാനും വിട്ടുപോയോ താങ്കൾ? കാട്ടിൽ വിട്ടുപോയി. കാട്ടിലെങ്ങനെ വിട്ടു സാർ? സാധാരണ ഞാൻ എപ്പോഴും 3 മണിയാകുമ്പോഴേക്കും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 11 നിർത്തും. പിന്നെ അന്വേഷിച്ച് 3 മണിയാകുമ്പോഴേക്കും അടുത്തുള്ള ബുദ്ധക്ഷേത്രം തേടല, അത്രയാണ് ചെയ്യാറ്. പക്ഷേ അതൊക്കെ പിന്നീടാണ് അങ്ങനെ ചെയ്യണം. ഇങ്ങനെ ഒരു അബദ്ധം പറ്റി തായ്ലൻഡിലൂടെ പോകുമ്പോൾ നല്ല ഒരു പൂക്കൾ വിരിച്ചേക്കുന്ന ഒരു സ്ഥലം, റോഡ് സൈഡ് മുതൽ ഇങ്ങനെ പൂക്കൾ, ഹൈവേയുടെ സൈഡിൽ മുഴുവൻ പൂക്കൾ, സ്ട്രോബെറിയുടെ പടമൊക്കെ വരച്ച് വെച്ചാണ്. അങ്ങനെ പോയിപ്പോൾ ഒരു സ്ട്രോബെറി തോട്ടമാണ്. സ്ട്രോബെറി നമുക്ക് ചെന്ന് പറിക്കാം. അവിടെ സ്ട്രോബെറിയുടെ പ്രിസർവേറ്റീവ്സ്, വൈൻസ് അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മളുടെ ഞൊട്ടാഞ്ഞൊടിയൻ എന്ന് പറയുന്ന ഗോൾഡൻ ബെറി ഇതൊക്കെ മേടിക്കാനും കിട്ടും, വളരെ വിലക്കുറവാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് അവിടെ വന്നവരൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്ത്, അപ്പോൾ തായ്ലൻഡിൽ പെട്ടെന്ന് ഇരുട്ടാവും. ആ സമയം പ്രത്യേകിച്ച് നവംബർ ഡിസംബർ കാലഘട്ടം കൂടിയാണ്. പെട്ടെന്ന് ഇരുട്ടാവും. 4 മണി കഴിഞ്ഞു പെട്ടെന്ന് ഇരുട്ടായി. നമ്മൾ മുറി എടുത്തിട്ടില്ല, എവിടെയാണെന്ന് അറിയില്ല. ആളുകളോട് ചോദിച്ചാൽ ബുദ്ധക്ഷേത്രം 2 കിലോമീറ്റർ പുറകോട്ടേക്ക് പോയുണ്ട്. പിന്നെ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അവർക്കറിയില്ല, കുറേ മുന്നോട്ടേക്ക് വേണം. മുറി ഇംഗ്ലീഷിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ്. അപ്പം ഞാൻ കരുതി നേരത്തെ പറഞ്ഞ പോലെ പിന്നോട്ടേക്ക് എന്തായാലും ഇല്ല, അങ്ങ് പോവുക. പക്ഷെ കുറച്ച് മുന്നോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ കുറ്റാക്കൂരിട്ട് സ്ട്രീറ്റ് ലൈറ്റുകൾ പോലും ഇല്ല, എങ്ങും ഒരു വെളിച്ചമില്ല, ഒന്നുമില്ല. താങ്കളുടെ ഒരു സാധനം എന്റെ കയ്യിലുണ്ട്, പക്ഷെ അതിന് നമുക്ക് ബൈക്ക് ഈ പറഞ്ഞ ചെറിയ വെളിച്ചമേ ഉള്ളൂ. അത് കുറച്ച് കഴിയുമ്പോഴും തീരുകയും ചെയ്യാൻ മങ്ങി വെളിച്ചമാണ്. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ എവിടെയോ ഒന്നും കാണാനില്ല, ഗ്രാമത്തിനായിട്ട് ദൂരെ എങ്ങും വെളിച്ചം കാണുന്നില്ല. ലാസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ വണ്ടിക്ക് കൈ കാണിക്കാൻ കരുതി. ഇതൊരു രസം, എന്നാ വെറുതെ ഒന്ന് കൈ കാണിച്ചേക്കാന്ന് കരുതി. വെറുതെ കൈ കാണിച്ചു. ഒരു ട്രക്കുകാരൻ, ഈ പറഞ്ഞ നേരത്തെ പിക്കപ്പുകാരൻ നിർത്തി. അയാൾ നിർത്തിയിട്ട് അയാളുടെ ആംഗ്യം കൊണ്ടൊക്കെ ആയിട്ട് പറഞ്ഞു, ഞാൻ 5 കിലോമീറ്റർ കഴിഞ്ഞിട്ട് എൻ്റെ ഗ്രാമം ഇടത്തേക്കാണ്, എന്നാൽ ഞാൻ അവിടം വരെ വന്നോട്ടെ. അപ്പോൾ അവിടെ ഗ്രാമമാണല്ലോ, എനിക്കപ്പോൾ പിന്നെ അമ്പലം അവിടെ ഉണ്ടാവും എന്നറിയാം. ഞാൻ വണ്ടി എടുത്ത് അയാൾ ബാക്കിൽ സൈക്കിൾ കയറ്റാൻ നേരത്തെ അയാൾ ഉടനെ ഞാൻ ആംഗ്യം കൊണ്ട് എൻ്റെ കൂടെ വരുന്നോ, മറ്റേ സിനിമയിൽ ചോദിച്ചാലോ പോരുന്നോ എൻ്റെ കൂടെ. നമ്മളിങ്ങനെ കാത്തിരിക്കല്ല ചോദ്യത്തിന് വേണ്ടിയിട്ട്. ഞാൻ ചാടി കയറി അദ്ദേഹത്തിന് വീട്ടിലേക്ക് കൊണ്ടുവന്നു. പിന്നെ നാട്ടുകാരെന്നെ കാണാൻ വരുന്നു, ആകെ ആഘോഷം. ഏതോ ഭയങ്കര ദിവ്യൻ വന്നിരിക്കുകയാണെന്നുള്ള വീട്ടില് രാവിലെ വരെ എന്നെ ആഘോഷമായിരുന്നു അവരുടെ വീട്ടിൽ. വേറെ എന്തെങ്കിലും തെറ്റിദ്ധരിച്ചോ അവര്? ഒന്നുമില്ല. അതാണ് അവരുടെ സ്നേഹം. എങ്ങനെ മറ്റൊരാളെ സഹായിക്കാം, ഞാൻ എങ്ങനെ അയാൾക്ക് എന്ത് സഹായം ചെയ്തുക. ഇത് എനിക്ക് നിരന്തരം തായ്ലാൻഡിൽ അനുഭവപ്പെട്ടാണ്. ഞാൻ തിരിച്ചു വന്നതിന് ശേഷം അവിടെ വെച്ചും പിന്നീട് ഇവരെ കൂടുതൽ പഠിക്കുമ്പോൾ ഇവര്
ബർത്ത്ഡേ വിഷ് ചെയ്യുന്നത്, മറ്റുള്ളവരോട് ഇത് പറയുന്നത് പണം ഉണ്ടാക്കണം, വലിയ ജോലി ചെയ്യണം എന്നല്ല, ചിരിക്കുക, എല്ലായ്പ്പോഴും ചിരിക്കുക. ഇതാണ് മറ്റുള്ളവരെ നമ്മൾ പഠിക്കേണ്ട ഒരുപാട് കാര്യം അവിടെ ഉണ്ടല്ലേ തായ്ലൻഡുകാരിൽ നിന്ന്. അപ്പൊ തായ്ലൻഡാണ് താങ്കൾ പൂട്ടിയിരിക്കുന്നത്. മിസ്റ്റർ അരുൺ തഥാഗതൻ തഥാഗത് അല്ലേ, അരുൺ തഥാഗത്. ഓപ്ഷൻ ഡി ആണ് താങ്കൾ പൂട്ടിക്കുന്നത്. തായ്ലൻഡ് ആണ് യൂറോപ്യൻ കോളനി ആയിട്ടില്ലാത്ത ഏഷ്യൻ രാജ്യം എന്നാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത്. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. തായ്ലൻഡ് വഴി യാത്ര ചെയ്ത ഒരാൾക്ക് ഇത് അറിയില്ലെങ്കിൽ പിന്നെ എന്ത് അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ 70,000 രൂപ കീശയിലായി, സഞ്ജീവ്. ബോസ്, പറയൂ കുട്ടേട്ടാ. അരുൺ, താങ്കളുടെ സൈക്കിളിന്റെ മുൻഭാഗത്തായിട്ട് ഒരു ബുദ്ധന്റെ പ്രതിമയുണ്ടായിരുന്നു. ഇപ്പോൾ അത് കാണുന്നില്ലല്ലോ, എവിടെ പോയി? സാറേ, ഞാൻ യാത്ര ആരംഭിക്കുമ്പോൾ ഒരു ഉത്തരേന്ത്യൻ ഇതിൽ കിട്ടിയതാണ്. മരം കൊണ്ട് ബുദ്ധന്റെ മുഖവും കഴുത്തു വരെയുള്ളത്. മരം കൊണ്ട് വളരെ ചെറുതാണ്, മനോഹരം. അപ്പൊ സൈക്കിളിന്റെ ഫ്രണ്ടിൽ അത് വെച്ചിട്ടുണ്ടായിരുന്നു. യാത്ര തുടങ്ങുമ്പോൾ മുതൽ ഞാൻ യാത്ര അവസാനിപ്പിച്ച് തിരിച്ച് ഇന്ത്യയിൽ കൊച്ചിയിൽ എത്തുന്നവരെ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അതിന് ശേഷം അത് മോഷണം പോയി. അതായത് ഇന്ത്യയിൽ വന്നപ്പോഴാണ് മോഷണം പോയല്ലേ? കൊച്ചിയിലെത്തിയപ്പോ അത് അടിച്ചോണ്ട് പോയ പാർട്ടി ശരിയായില്ലേ കേട്ടോ. അത് ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ എനിക്ക് തിരിച്ചു അത് അതെന്റെ ഈയിടെ ഏതൊരു നല്ല മര്യാദയുള്ള ഒരു കള്ളനെ ഒരു സ്വർണ്ണമാല എന്തോ അടിച്ചുകൊണ്ട് പോയിട്ട് 10 കൊല്ലത്തിന് ശേഷം കത്ത് വഴി കൊടുത്ത് ഈ പുല്ല് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചുകൊണ്ട് കൊടുത്തെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല. ഈ ബുദ്ധനെ അടിച്ചോണ്ട് പോയ ആള് നിങ്ങൾക്ക് എന്തായാലും പറ്റില്ല, തിരിച്ചു അരുൺ തഥാഗതന് കൊടുത്തേക്ക് കേട്ടോ. അരുൺ അതുകൊണ്ട് പ്രയോജനമുണ്ട് അല്ലേ സാർ? അതെ, ഞാൻ കാരണം ഒരിടത്തും യാത്രയിൽ നമുക്ക് ഗിഫ്റ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം ഒന്ന് നിരന്തര യാത്രയാണ്, ലോഡൊന്നും കയറ്റാനേ പറ്റില്ല എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. എനിക്ക് എല്ലായിടത്തും കല്ല് ഓരോന്ന് എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ 100 ഗ്രാം പോലും യാത്രയിൽ നിരന്തരം വരുമ്പോൾ അതൊരു വലിയ ഭാരം തന്നെയാണ്. അതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല. അതിനേക്കാൾ ഉപരി എൻ്റെ ആരോ മരിച്ച പോലെയാണ് എനിക്ക് അന്ന് ഫീൽ ചെയ്തത്. ഈ താങ്കൾക്ക് വിദേശ രാജ്യത്ത് ഒരു സ്ഥലത്തും വെച്ച് ഒന്നും മോഷണം പോയിട്ടില്ല? ഒന്നും പോയിട്ടില്ല. കൊച്ചി വന്നപ്പോൾ ഉള്ളത് അടിച്ചോണ്ട് പോയി അല്ലേ? ശ്രീബുദ്ധനെ വരെ അടിച്ചോണ്ട് പോയി. എന്ത് സ്കാർഫ് ഒരെണ്ണം മോഷണം പോയി. ഈ സ്കാർഫ് അതെവിടെ? അതും കൊച്ചിയിൽ. ഓക്കെ, വെളിയിൽ പറയണ്ട, വെളിയിൽ പോയി പറയരുത്, ഇന്ത്യക്ക് വെളിയിൽ പോയി പറയരുത്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിനി 80,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കിടക്കാം. 80,000 റുപ്പീസ് മോണിറ്റർ. താങ്കളെ ഞാനൊരു ദൃശ്യം കാണിച്ചു തരുന്നു. താങ്കളൊന്ന് LED നോക്കിയാൽ വലിയൊരു ദൃശ്യം കാണാൻ പോകുന്ന ഒരു വീഡിയോ. ഈ ട്രെയിനിൽ കുറച്ച് പെൺകുട്ടികൾ ഇരിക്കുന്നുണ്ടല്ലോ, അതിൽ ആ മ്യാൻമറിലെ കാണാൻ കണ്ട പെൺകുട്ടി ഉണ്ടോ എന്ന് എന്റെ സംശയം. ഉണ്ടോ? ഇല്ലേ, നോക്കിയില്ല. ദക്ഷിണേന്ത്യയിൽ എവിടെയാണ് ഈ ട്രെയിൻ സർവീസ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത്? ഓപ്ഷൻ എ കേരളം, ഓപ്ഷൻ ബി കർണാടകം, ഓപ്ഷൻ സി ആന്ധ്ര, ഓപ്ഷൻ ഡി തമിഴ്നാട്, ഓപ്ഷൻ ഇ തെലങ്കാന. സാർ, നമുക്ക് ഓപ്ഷൻ ഡി പൂട്ടാം. ഇതെവിടെയായിരിക്കും ഇത്? സാർ, ഇത് ഊട്ടിയിലാണോ? ഉറപ്പാണോ? താങ്കൾ അതുവഴി പോയിട്ടുണ്ടോ സൈക്കിളിൽ? ഞാൻ സൈക്കിളിലല്ല, അവിടെ പോയിട്ടുണ്ട്. ഇതിൽ കയറാൻ പറ്റിയില്ല, ട്രെയിനിൽ കയറിയിട്ടില്ലെന്നുള്ളത്. അപ്പൊ തമിഴ്നാട് പൂട്ടാമെന്നാണ് താങ്കൾ പറയുന്നത്. അപ്പൊ ഞാൻ പൂട്ടി, ഓപ്ഷൻ ഡി പൂട്ടി. അപ്പൊ ഇത് ഉറപ്പാണോ ഊട്ടിയാണെന്നുള്ളത്? വിശ്വാസം രക്ഷിക്കുമോ? അത് ഏറ്റവും വലിയ വിശ്വാസം ശ്രീബുദ്ധനിലല്ലേ? ഈ വിശ്വാസമാണ് എന്നെ യാത്രയിൽ സഹായിച്ചത്. എന്നോട് ഞാൻ യാത്ര പോകുമ്പോൾ തായ്ലാന്റ് മധ്യത്തിൽ വന്നിട്ട് ഒരാൾ കൊണ്ട് പറഞ്ഞു, നിങ്ങൾ അതിൽ പോകരുത്, ഇത് വളരെ അപകടം പിടിച്ച വഴിയാണ്, ഇവിടെ മോഷണമുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ മനുഷ്യനിൽ വിശ്വസിക്കുന്നു, ഞാൻ നിങ്ങളിൽ വിശ്വസിക്കുന്നു, ഞാൻ മനുഷ്യനിൽ വിശ്വസിക്കുന്നു. ഞാൻ പോയി. എന്തെങ്കിലും സംഭവിച്ചോ? എന്നിട്ട് സാർ, ഒന്നും സംഭവിച്ചില്ല. നമ്മൾ അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ലല്ലോ. അല്ല, മോഷ്ടാക്കൾക്ക് സമയം വേസ്റ്റ് ആണെന്നല്ലോ തോന്നിയിട്ടാണോ? മൈറ്റ് ബി, അങ്ങനെ വരാം. ഇവനിൽ അടിച്ചു മാറ്റാനായിട്ട് ഒന്നുമില്ലെന്ന് തോന്നിക്കാണും ചിലപ്പോ. ഓക്കെ, ചിലപ്പോ അങ്ങനെയാകാം, വെറുതെ സമയം വേസ്റ്റ് ചെയ്യും. ചിലപ്പോൾ അതുമായിരിക്കാം. ഞാൻ ഇവിടെയൊക്കെ ചെന്നിരിക്കുന്ന കാണുമ്പോൾ തന്നെ അവർക്ക് തോന്നിയിട്ടുണ്ടാവും ഒന്നും കാര്യമായിട്ടില്ല, വെറുതെ കഷ്ടം. അതെല്ലാം പരിശോധന നടത്തിയ ഉള്ളത് അങ്ങോട്ട് ഇടേണ്ടി വരും എന്ന് തോന്നലിൽ നിലവിൽ പിൻവാങ്ങിയതും ആവാം, ബുദ്ധിപരമായ നീക്കം. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് താങ്കൾ പറഞ്ഞത്. ഉത്തരം ശരിയാണ്. ഓപ്ഷൻ നീലഗിരി മൗണ്ടൻ റെയിൽവേ ആണ് നമ്മൾ കണ്ടത്. അവിടെ ഊട്ടിയിൽ സർവീസ് നടത്തുന്നതാണ്. അപ്പൊ എന്തായാലും ഇനിയിപ്പോ അവിടെ പോകുമ്പോൾ ആ ട്രെയിനിലൊന്ന് കയറണം. അന്ന് ഞാൻ ചെന്നിരുന്നു, എന്തുകൊണ്ടോ നടന്നില്ല. അത് ആ ട്രെയിനിലെ ടിക്കറ്റ് ഒരു മലയാളിയാണ്, പക്ഷെ ഒരു ലേഡി. എന്നിട്ടും അന്നത്തെ സമയത്ത് ബുക്കിംഗ് ഒക്കെ എല്ലാം ഉള്ളതുകൊണ്ട് നടന്നില്ല. ഇനിയിപ്പോ നമ്മൾ 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു, 1 lakh rupees. അപ്പോ അവിടെയും നമ്മളൊരു കളി കളിക്കും കുട്ടേട്ടാ. ലെവൽ 3. നിങ്ങൾ എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചോളൂ. ആ ലെവൽ 3 എത്തിക്കഴിഞ്ഞു അരുൺ തഥാഗത്. അപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. 1,00,000 രൂപയുടെ ചോദ്യമാണ്. മോണിറ്റർ.
ചോദ്യം ഇതാണ്, 1 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. മിസ്റ്റർ അരുൺ തഥാഗത്, ബി കെയർഫുൾ. ഇനി പറയുന്നവരിൽ UN അണ്ടർ സെക്രട്ടറി ജനറൽ പദവിയിലെത്തിയ ഇന്ത്യക്കാരൻ ആരാണ്? ഓപ്ഷൻ എ ഡോക്ടർ മൻമോഹൻ സിംഗ്, ഓപ്ഷൻ ബി ഡോക്ടർ ശശി തരൂർ, ഓപ്ഷൻ സി IK ഗുജറാൾ, ഓപ്ഷൻ ഡി വെങ്കയ്യ നായിഡു, ഓപ്ഷൻ ഡി മുരളി തുമ്മാരകുടി. 1 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. ആലോചിച്ച് ഉത്തരം പറയണം. സാർ, മുരളി തുമ്മാരക്കുടി അല്ല, അദ്ദേഹം UN-ലാണ്. വെങ്കയ്യ നായിഡു അല്ല, IK ഗുജറാൾ അല്ല, മൻമോഹൻ സിംഗ് IMF-ന്റെ ആയിരുന്നു. പിന്നെ നമ്മുടെ ഭാഷാ പണ്ഡിതൻ, നമുക്ക് ശശി തരൂരിനെ കൂട്ടണം. അത്ര എളുപ്പമല്ല അദ്ദേഹത്തെ കൂട്ടാൻ. നമുക്ക് പൂട്ടിക്കാം. ഡോക്ടർ ശശി തരൂറാണ് UN അണ്ടർ സെക്രട്ടറി ജനറലായി പദവിയിലെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന് താങ്കൾ പറയുന്നു. ഡോക്ടർ ശശി തരൂർ ആയിരിക്കും എന്ന് ഉറപ്പുണ്ടോ താങ്കൾക്ക്? വിശ്വസിക്കാം. വിശ്വാസമാണ് എപ്പോഴും താങ്കളെ നയിക്കുന്നത്, അല്ലേ? ഓക്കെ. താങ്കൾ ഗൗതമ ബുദ്ധയിൽ നിന്ന് പഠിച്ച ഏറ്റവും വലിയ വാക്യം എന്താണ്? അദ്ദേഹത്തിന്റെ ജീവിതമാണോ അദ്ദേഹത്തിന്റെ സന്ദേശമാണോ താങ്കൾക്ക് ഏറ്റവും ആകർഷകമായി തോന്നിയത്? അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ തന്നെയാണല്ലോ സ്വാഭാവികമായിട്ടും. ഏറ്റവും ജീവിതത്തെ ഒന്നും ആഗ്രഹിക്കാത്ത ഒരു ജീവിതമാണോ താങ്കളുടേത്? ഏതാണ്ടൊക്കെ അങ്ങനെയാണ്. തൃഷ്ണയാണ് എല്ലാ ദുഃഖത്തിന്റെയും നിദാനം എന്നല്ലേ? പക്ഷെ ഞാൻ എന്തൊക്കെ സ്വപ്നം കണ്ടിരുന്നു അതെല്ലാം എന്നിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അത്ഭുതകരമാണ്. ഓക്കെ. അപ്പൊ ആഗ്രഹങ്ങളൊന്നും ഇല്ല താങ്കൾ? ഞാൻ ബാലിയിൽ ചെന്ന് കഴിഞ്ഞപ്പോ ഒരു ഫ്രഞ്ചുകാരൻ, ഒരു സന്യാസി മട്ടായി പോവില്ലേ? അങ്ങനെയല്ലോ ഈ ആഗ്രഹങ്ങൾ നയിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ സ്വഭാവത്തിലുള്ള അവസ്ഥ എന്താണ്? കാരണം ബുദ്ധൻ പറഞ്ഞു, ഡിസറി ഈസ് ദ കോസ് ഓഫ് മിസറി. എല്ലാ ആഗ്രഹത്തിന്റെയും അല്ലെ എല്ലാ ദുഃഖത്തിന്റെയും കാരണം ആഗ്രഹങ്ങൾ എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. അപ്പൊ താങ്കളും ആ വഴിയിലാണ് നടക്കുന്നത്. ഏതാണ്ടൊക്കെ. പൂർണ്ണതയിലെത്താൻ പറ്റിയിട്ടില്ല. ഇല്ല, മനുഷ്യന് പൂർണ്ണത എന്നൊന്നും പ്രകൃതിയിൽ ഇല്ല. എല്ലാം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഒരു പൂർണ്ണതയിൽ നിന്ന് പൂർണ്ണതയിലേക്ക് എന്ന ശ്ലോകം പോലെ. അപ്പോ ഡോക്ടർ ശശി തരൂർ എന്ന് താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അപ്പോൾ ഇത്രയും കാലത്തെ ജീവിതത്തിൽ യാത്രക്കിടയിൽ താങ്കൾ ഏറ്റവും ദുഃഖിച്ചു പോയ സംഭവം എന്താ? ഈ യാത്രക്ക് ഇറങ്ങേണ്ടിയിരുന്നില്ല? ഒരിക്കലും തോന്നിയിട്ടില്ല. ഒരു നിമിഷം പോലും തോന്നിയിട്ടില്ല. എന്നും മാത്രമല്ല, ഓരോ നിമിഷം എന്താ ദാസ ഈ ബുദ്ധി തോന്നാൻ വൈകിയെന്ന് തോന്നി. ഇത്തിരി നേരത്തെ ഞാൻ ഇങ്ങനെ പണം കണ്ടെത്താനായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഒടുവിലാണ് ലോൺ എന്ന് പെട്ടെന്നാണ് എനിക്ക് ക്ലിക്ക് ആവുന്നത്. അങ്ങനെയാണ് ഇറങ്ങിയത്. എന്തുകൊണ്ട് ഇത്രയും കാലം ഞാൻ വെറുതെ 5 വർഷം വെയിറ്റ് ചെയ്തു? അന്നേ ഇറങ്ങാമായിരുന്നല്ലോ എന്നാ തോന്നിയത്. അല്ല, ഇത്രയും നീണ്ട ഒരു യാത്രയായിരുന്നെങ്കിൽ ആ സർക്കാർ ജോലി കൂടെ കൂട്ടണമായിരുന്നു. സാറേ, എനിക്കറിയില്ല ഞാൻ തിരിച്ചു വരുമോ ആയിരുന്നോ എന്നും എനിക്കറിയില്ല. ഇപ്പൊ ലോക്ക്ഡൌൺ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ തിരിച്ചു വരുമായിരുന്നില്ല. ലോക്ക്ഡൌൺ ആണ് നമ്മളെ ഇങ്ങോട്ട് വരുത്തിയത്, അല്ലേ? കുറച്ച് സാമ്പത്തിക ബാധ്യതകൾ അപ്പോൾ വന്നു. കാരണം നമുക്ക് ഹോട്ടലുകളിൽ തങ്ങേണ്ടി വന്നു. അപ്പോൾ അത് വലിയൊരു, അതുവരെ എനിക്ക് നിസ്സാരം. കാരണം ബുദ്ധക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഇതില്ല. പിന്നെ ഞാൻ യാത്രയ്ക്ക് മുമ്പ് തന്നെ ഒരു തീരുമാനം എടുത്തിരുന്നു. എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് അവരൊരു സർവീസ്, പെയ്ഡ് സർവീസ് ആണെങ്കിൽ എന്തായാലും അവർക്ക് അതിന് പണം കൊടുക്കുമെന്ന് തീരുമാനിച്ചിരുന്നു. കാരണം എങ്കിലേ അവർ നിൽക്കുകയുള്ളൂ. നമ്മളെ സഞ്ചാരം അല്ലെങ്കിൽ ടൂറിസം എന്ന് പറയുന്നത് അങ്ങനെയാണ്, ഒരു കൊടുക്കൽ വാങ്ങലുകളാണ്. ഞാൻ അവരിൽ നിന്ന് പലതും പഠിക്കുകയാണ്, അവരിൽ നിന്ന് പലതും ഇങ്ങോട്ട്. അവർ നാളെ ഇത് നിലനിൽക്കണം. എനിക്ക് നമ്മുടെ വീട്ടിലേക്ക് ഹോം സ്റ്റേ ഉണ്ട്. എന്നാലും ഒരു വിദേശി എന്ന് പറയുമ്പോൾ നമ്മൾ സംശയത്തോടെയാണ് കാണുന്നത്. നമ്മളെ വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മളെ വീട്ടിൽ കയറ്റി കിടത്തിയ ആൾക്കാരുണ്ട് ധാരാളം. ഞാൻ ഈ താങ്കളുടെ താടിയിൽ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോഴേ, ഈ താടിയിൽ ഒരു സൗന്ദര്യവൽക്കരണം നടത്താനൊന്നും താങ്കൾ ശ്രമിച്ചിട്ടില്ല? ഒന്ന് വെട്ടിവിടാനോ ഒന്ന് ലെവലാക്കാനോ? ഈ നമ്മളെ ഇപ്പൊ മൂന്നാറിലൊക്കെ പോകുമ്പോൾ ടീ എസ്റ്റേറ്റുകളെ കാണത്തില്ല, അതുപോലെ ഒന്ന് ലെവലാക്കിയിടാനോ ഒന്നും ചെയ്തിട്ടില്ല. അത് അലക്ഷ്യമായിട്ട് തന്നെ പാറിപ്പറന്ന് അങ്ങനെ കിടക്കട്ടെ. അതങ്ങ് പോവുകയാണ്. അങ്ങനെ വിട്ടു. അതിന്റെ യാത്രയിലാണ്. അതിന്റെ യാത്ര അത് നടത്തട്ടെ. ഓക്കെ. അപ്പൊ നമുക്ക് 2 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് കിടക്കാം. 2 lakhs rupees. മോണിറ്റർ, ഇനി പറയുന്നതിൽ ബ്രിട്ടീഷുകാരുടെ വേനൽക്കാല തലസ്ഥാനമായിരുന്ന നഗരം ഏതാണ്? ഓപ്ഷൻ എ ഡൽഹി, ഓപ്ഷൻ ബി ലക്നൗ, ഓപ്ഷൻ സി ഷിംല, ഓപ്ഷൻ ഡി ഉദയ്പൂർ, ഓപ്ഷൻ ഇ കട്ടക്. സർ, വേനൽക്കാലത്ത് ബ്രിട്ടീഷുകാരന് തണുപ്പ് വേണമല്ലോ. അതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടെ ചൂട് തീരെ സഹിക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് വെക്കേഷൻ എല്ലാം കോടതികൾക്കൊക്കെ ഇപ്പോഴും നമ്മൾ അത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും തണുപ്പ് സ്ഥലം ആയിരിക്കും. നമുക്ക് ഓപ്ഷൻ സി അതുകൊണ്ട് പൂട്ടിക്കളഞ്ഞളയാം, അല്ലേ? ഓപ്ഷൻ സി ഷിംല പൂട്ടാമെന്നാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. താങ്കളെ ഇത് സഹായിക്കുമോ എന്ന കാര്യം ഞാനൊന്ന് നോക്കട്ടെ. താങ്കൾ പറഞ്ഞ ഉത്തരം തണുപ്പ് വേണ്ടവരാണ് ബ്രിട്ടീഷുകാർ എന്നുള്ള ഒരൊറ്റ ആശയത്തിലാണ് താങ്കൾ ഉത്തരം പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ആണോ? അതിൽ മാത്രം അവലംബിച്ചിരുന്നത് ശരിയാണോ? മുഖക്കുത്തി വീഴുമോ എന്നുള്ള കാര്യം ഉത്തരം ശരിയാണ്. അത് അവിടെയാണ് വൈസ്രോയ്ക്ക് ഒരു ലോഡ്ജൊക്കെ ഉണ്ടായിരുന്നു, അല്ലേ? വൈസ്രികൽ ലോഡ്ജ്. പറയൂ കുട്ടേട്ടാ. അരുൺ, താങ്കളുടെ ഒരു സുഹൃത്തില്ലേ പെറുവിലുള്ള ഒരു ലീലി എന്ന് പറയുന്ന ഒരു സുന്ദരി, അവരെവിടെയാണ് ഇപ്പോൾ? അവരിപ്പോ കംബോഡിയയിലുണ്ട്. ഞാൻ സാർ കംബോഡിയയുടെ
പെറുവിൽ വെച്ചാണ് അവരെ കണ്ടുമുട്ടിയത്. അല്ല, പെറുവിലേക്ക് ഇനി അവരെ കാണാൻ പോകണം വീണ്ടും. അവരിപ്പോ തൽക്കാലം എല്ലാം കൂടെ അതിന് തന്നെ കുറെ രാജ്യങ്ങൾ സന്ദർശിക്കേണ്ടി വലിയ ജോലിയാ. ഓക്കെ, ഈ പറയുന്ന ലീലാമ്മ എവിടെ വെച്ചാ കണ്ടുമുട്ടിയത്? തായ്ലാന്റിന്റെ അതിർത്തി പോയിപ്പറ്റിന്ന് കംബോഡിയയിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ ഇവര് അതുപോലെ തന്നെ യൂറോപ്പെല്ലാം കടന്നവരാണ്. അവരും ഏഷ്യയിലൂടെ സഞ്ചരിച്ച് ഈസ്റ്റ് ഏഷ്യ ഇങ്ങനെ ചുറ്റി വരുന്നു. അവർ കംബോഡിയയിലേക്ക് കയറാൻ നിൽക്കുന്നു. ക്യൂവിൽ വെച്ച് ഞങ്ങൾ കൂട്ടിമുട്ടുന്നു. പിന്നെ ഞാനൊരു സോളോ യാത്രികനല്ലാതാവുകയാണ്. ഇടയ്ക്ക് ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ പെൺകുട്ടികളെ മാത്രമേ കൂട്ടിമുട്ടൂ? ഇതുവരെ ഒരു പുരുഷനെ കൂട്ടിമുട്ടിയതിന്റെ ഒരു കഥ ആരും പറഞ്ഞില്ല. എന്റെ വണ്ടി, അതാണ് വലിയ വണ്ടിയൊക്കെ ആയിരിക്കും അല്ലേ? ഓക്കെ, നല്ല കാര്യം കേട്ടോ, സൂപ്പർ ആയിട്ട്. അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്തൊന്നും നഷ്ടം വന്നില്ല. ഇല്ല, യഥാർത്ഥത്തിൽ താങ്കളുടെ ഈ സംഭവം കേട്ട് കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള ഒരുപാട് പേര് ഈപ്പെടുത്തോണ്ട് പൊക്കളയോന്ന് എനിക്ക് സംശയമുണ്ട്. 2.5 ലക്ഷം രൂപ പോകുന്നേ പോട്ടെന്ന് വിചാരിച്ചിട്ട് പൊക്കളയോന്ന് എനിക്ക് പേടിയുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് 3 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. 3 lakhs rupees. അപ്പോൾ കംബോഡിയയിലേക്ക് കയറിയിട്ടുണ്ട് പാർട്ടി അല്ലെ? അങ്ങോട്ട് പോണ്ടി വരും. റെഡി, അവിടെ നിൽക്കട്ടെ. കുട്ടേട്ടന് അതാ സംശയം. കുട്ടേട്ടനോട് കൂടെ വരാൻ സാധ്യതയുണ്ട്. പുള്ളിയും കംബോഡിയൊക്കെ ഇഷ്ടമുള്ള ആളാ. അപ്പൊ കുട്ടേട്ടൻ ഓക്കെ അല്ലേ? ഓക്കെയാണ് ബോസ്. മോണിറ്റർ കാപ്പിരികളുടെ നാട്ടിൽ ആരുടെ രചനയാണ്? ഓപ്ഷൻ എ അക്ബർ കക്കട്ടിൽ, ഓപ്ഷൻ ബി സക്കറിയ, ഓപ്ഷൻ സി OV വിജയൻ, ഓപ്ഷൻ ഡി ലളിതാംബിക അന്തർജനം, ഓപ്ഷൻ ഇ SK പൊറ്റക്കാട്. സാർ, സഞ്ചാര സാഹിത്യം നമുക്ക് മലയാളത്തിലെ ഒരാളേ ഉള്ളൂ. ബാക്കി എല്ലാവരും മികച്ച ഇത് തന്നെയാണ്. പക്ഷേ സക്കറിയൊക്കെ എഴുതിയിട്ടുണ്ട്, സഞ്ചാരമുണ്ട് അദ്ദേഹത്തിന്റെ ഉണ്ട്. എങ്കിലും സഞ്ചാര സാഹിത്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിൽ വരുന്നതും അത്രയും പ്രിയപ്പെട്ടതും ആവുന്നത് ഒരാളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഞാൻ മറ്റുള്ളവരിലേക്ക് അതുകൊണ്ട് തൽക്കാലം ശ്രദ്ധ മാറ്റുന്നു. ഓപ്ഷൻ ഇ ലോക്ക് ചെയ്യാം. പൂട്ടാം നമുക്ക്. SK പൊറ്റക്കാട് എന്നാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പൂട്ടാം. SK പൊറ്റക്കാട് പൂട്ടാം. കൂട്ടി തുറക്കുമ്പോ എന്ത് സംഭവിക്കും? കാപ്പിരികളുടെ നാട്ടിൽ SK പൊറ്റക്കാട് എഴുതിയ രചനയാണ് എന്നാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത് അല്ലേ? താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. 3 ലക്ഷം രൂപയുടെ ചോദ്യമായിരുന്നു. താങ്കൾക്ക് 3 ലക്ഷം രൂപ സഞ്ചിയിലായിരിക്കുന്നു. യാത്ര ഇനി ഉടൻ തന്നെ കംബോഡിയയിലേക്ക്. എന്റെ കട 3 ലക്ഷം രൂപ. 3 ലക്ഷം ഉള്ളൂ. കംബോഡിയയിലേക്ക് ഉടനെ. കംബോഡിയയിലുള്ള ചെലവ് ആര് വഹിക്കും? ഇനി അടുത്ത യാത്ര ഉടനെ തന്നെ. അതെ ഉണ്ട്. അപ്പൊ വരട്ടെ, ഇനി അടുത്ത സ്ഥലത്തിന്റെ കാര്യം നോക്കാം നമുക്ക്. 5 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. 5 ലക്ഷം. ഓക്കെ, മോണിറ്റർ. ഒരു പഥികനോടാണ് എന്റെ ചോദ്യം. പഥികയും വഴിയോരത്തെ മണിദീപങ്ങളും ആരുടെ കൃതിയാണ്? ഓപ്ഷൻ എ ലളിതാംബിക അന്തർജനം, ഓപ്ഷൻ ബി സുമംഗല, ഓപ്ഷൻ സി K കല്യാണിക്കുട്ടിയമ്മ, ഓപ്ഷൻ ഡി സുഗതകുമാരി, ഓപ്ഷൻ ഇ ഡോക്ടർ എം ലീലാവ്. സാറേ, ഒരല്പം കുഴപ്പിക്കുന്ന ഒന്നാണ് ഇത്. നമുക്കപ്പോൾ പിടിവള്ളി 1994 കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ പുസ്തകമാണ്. പിടിവള്ളി എടുക്കാൻ കുട്ടേട്ടന്റെ ഒരു പിടിവള്ളി കൂടിയുണ്ട്. കുട്ടേട്ടാ. അരുൺ, ഇനി മുതൽ 2 ഓപ്ഷൻ അല്ല 3 ഓപ്ഷൻ ആയിരിക്കും. അതിൽ 1 ശരി ഉത്തരം. എ ലളിതാംബിക അന്തർജനം, ബി സുമംഗല, സി K കല്യാണിക്കുട്ടിയമ്മ. 5 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. വളരെ ആലോചിച്ച് എന്ന് നേരത്തെ ഒരു കാട്ടിനകത്ത് കയറില്ല. അത് ശരിക്കും കാടായിരുന്നു. അത് സാർ, അത് നാഷണൽ പാർക്കായിരുന്നു. നാഷണൽ പാർക്കായി. പിന്നെ മനസ്സിലായി. എത്ര ഏക്കറിൽ പരന്നു കിടക്കുന്ന 35 കിലോമീറ്റർ അതിനകത്താണ് പോയി പെട്ടത്. അല്ല, പുലിയോ കടുവയൊക്കെ ഒന്ന് ശരീരത്തിൽ കയറാൻ ഭാഗ്യമായി ഇല്ലേ? അവിടെ പുലികളുണ്ട്. പുലിയില്ലേ അവിടെ? നമ്മളുടെ സെയിം ട്രോപ്പിക്സ് ആണല്ലോ. ആനകൾ ധാരാളം ഉണ്ട്. ആനകളുണ്ട്. ഇനി എല്ലാ പിടിവള്ളികളും അവസാനിച്ചല്ലോ. പിടിവള്ളികളെല്ലാം അവസാനിച്ചു. ഇനി ഒരു ചെറിയ പരിപാടിയുണ്ട്. ഒരു മണി ഷെയർ എന്നൊരു പരിപാടിയുണ്ട്. ഈ നമുക്ക് പണം പങ്കിട്ട് വെക്കാം. അതായത് 2 ഉത്തരം ഇതിൽ തിരഞ്ഞെടുത്താൽ നമുക്ക് അതിൽ ഇഷ്ടമുള്ള തുക പങ്കിട്ട് വെക്കാം. അത് എത്ര വേണം വെക്കാം. ഈ 5 ലക്ഷത്തിൽ നിങ്ങൾക്ക് 490 10 480 20 41 32 ഇങ്ങനെയൊക്കെ വെക്കാം. പക്ഷേ അതോടെ മത്സരം അവസാനിക്കും. അതിലേതെങ്കിലും ഒരു ഉത്തരം ശരിയാണെങ്കിൽ താങ്കൾക്ക് ആ ഉത്തരത്തിൽ വെച്ച പൈസ എടുത്തിട്ട് പോവാം. ആ ഉത്തരം തെറ്റാണെങ്കിൽ താങ്കൾക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെ 30,000 രൂപ കയ്യിലുണ്ടാവും. സഞ്ചിയിൽ ഒരല്പം കട്ടി കുറവുണ്ടാവും. വരാനുള്ളത് വഴി തങ്ങത്തില്ല. എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരു 8 രാജ്യങ്ങളിൽ കാത്തിരിക്കുക. ഒരെണ്ണത്തിന്റെ ഇമെയിൽ ID ഇല്ല, ഫോൺ നമ്പറും അറിയത്തില്ല. എന്താ ചെയ്യുക? വല്ലാത്തൊരു പ്രതിസന്ധിയാ. 30,000 രൂപ നമുക്ക് പറ്റില്ല സാർ. പറ്റത്തില്ല. 30,000 പറ്റത്തില്ല. നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങാം. അതാണ് ജീവിതം തന്നെ. യാത്ര താങ്കൾ വ്യക്തമായി പറഞ്ഞോളൂ. കിട്ടി ചെയ്യുന്നു. ചെയ്യാം. നമുക്ക് ചെയ്യാം. വിട പറയാം. അപ്പൊ താങ്കൾ കിട്ടി ചെയ്യുന്നത് ഞാൻ പൂട്ടി. 1.5 ലക്ഷം രൂപ താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിനകത്ത് പതികയും വഴിയോരത്തെ മണിദീപങ്ങളും
ആരുടെ കൃതിയാണ്? സാർ ഞാൻ ചെയ്യുകയാണെങ്കിൽ എ ചെയ്യുള്ളൂ, ഓപ്ഷൻ എ കൂട്ടാനേ ശ്രമിക്കുള്ളൂ. പൈസ പോയി കിട്ടിയനെ. ഉത്തരം തെറ്റാണ്. ഇനി ഒരു ഉത്തരം കൂടെ പറയും. സുമംഗല. സുമംഗല, അത് അതിലും വലിയ തെറ്റാണ്. അപ്പൊ പിന്നെ ഉത്തരം റെഡിയായി. കെ കല്യാണിക്കുട്ടിയമ്മയാണ് അതിന്റെ രചയിതാവ്. പഥികയും വഴിയോരത്തെ മണിദീപങ്ങളും 94 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതിയാണത്. അപ്പൊ യാത്രക്കിടയിൽ ഈ പുസ്തകം കിട്ടുമെങ്കിൽ വാങ്ങിച്ചു വായിക്കാം. തീർച്ചയായും ഓക്കെ, തീർച്ചയായും. കുട്ടേട്ടാ, അപ്പോ Yes, boss. ലെവൽ 1. Level 1. അരുൺ തഥാഗത്, നമ്മുടെ മനോഹരമായ ഒരു കാവ്യം ഉണ്ടല്ലോ, ആനന്ദൻ എന്ന ബുദ്ധഭിക്ഷുവിന് ദാഹം വന്നപ്പോഴത്തേക്കും വെള്ളം ചോദിച്ചു. അപ്പൊ ചോദിച്ച ഒരു മറുപടി ഉണ്ട്, നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി ആജീവിക്കുമോ തൊല്ലഴും ആര്യന്മാർ എന്ന് ചോദിച്ചല്ലോ. അപ്പൊ ഈ യാത്രക്കിടയിൽ പല സ്ഥലത്തും ഇങ്ങനെ ആചമിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും ആൾക്കാർ, അല്ലേ? ക്യൂവിലൊക്കെ പല ആൾക്കാരെയും കണ്ടു. ഇവിടെ കുഞ്ഞിരാമനുണ്ട്. താങ്കളെ പോലെ ശ്രീബുദ്ധൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇത്തിരി വെള്ളം തരാൻ. താങ്കൾ മറ്റൊന്നും ചോദിക്കുകയും വേണ്ട. കുഞ്ഞിരാമ, ശുദ്ധമായ വെള്ളം തായ്ലൻഡിലും ഒക്കെ കിട്ടുന്നതാ. ഇനി കംബോഡിയയിൽ എങ്ങനെയാണെന്ന് അറിയില്ല. ഇനി തന്നോളൂ. കുഞ്ഞിരാമൻ അതൊക്കെ കൃത്യമായി വീട്ടിൽ കൊണ്ടുപോയിക്കണം. കുഞ്ഞിരാമ, വീട്ടിൽ പോയിക്കോളൂ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിനി 1.5 ലക്ഷം രൂപയുടെ ചെക്ക് അരുൺ തഥാഗതന് ഞാൻ ഒപ്പിട്ട് തരികയാണ്. നമുക്ക് സന്തോഷമായിട്ട് പിരിയാം. അപ്പോൾ നിങ്ങളൊക്കെ ഇതിൽ പങ്കെടുത്ത് വളരെ സന്തോഷം. അപ്പോൾ നമുക്ക് ജപ്പാൻകാരനെ പ്രത്യേകിച്ചൊന്ന് കാണേണ്ട കാര്യമുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത് മൈജി നൽകുന്ന 1.5 ലക്ഷം രൂപയുടെ ചെക്കാണ്. ഇനി നമുക്ക് ഇത് ഏറ്റവും പ്രധാനമാണ്. താങ്കളുടെ യാത്രക്കിടയിൽ ഇവിടെ വരാൻ പറ്റി. ഇതൊരു ചെറിയ യാത്രയാണല്ലോ. ദിസ് സർട്ടിഫിക്കറ്റ് ഈസ് അവാർഡഡ് ടു മിസ്റ്റർ അരുൺ തഥാഗത് ഫോർ പാർട്ടിസിപ്പേഷൻ ദ ഫ്ലവേഴ്സ് 1 കോടി. വളരെ അഭിമാനത്തോടെ സാർ, ഞാൻ വന്നു കഴിഞ്ഞപ്പോ എന്റെ കയ്യിൽ ഒറ്റ പൈസ ഇല്ലാണ്ടാണ് ഞാൻ തിരിച്ചെത്തുന്നത്. എനിക്ക് യാത്രയിൽ തിരിച്ചു വരാനുള്ള ടിക്കറ്റും അത് എന്തായാലും കണ്ട ഒരു ഇന്ത്യൻ വംശനായിരുന്നു. തിരിച്ചു വരുമ്പോൾ എൻ്റെ പൈസ ഒന്നുമില്ല. ഒരു സുഹൃത്ത്, അവന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, കോളേജ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അവൻ എൻ്റെ അക്കൗണ്ടിലേക്ക് 2000 രൂപ ഇട്ട് തന്നിട്ടാണ് ഞാൻ, അപ്പോൾ ക്വാറന്റൈനിലായതുകൊണ്ട് വണ്ടി വിളിച്ചു വരണം അതിന് വരുന്നത്. ആ 2000 രൂപ എനിക്ക് ഏറ്റവും അത് വിലപ്പെട്ടാണ്. അതിന് ശേഷം എനിക്ക് ആകെ അംഗീകാരങ്ങളായിട്ട് കിട്ടിയത് ഇതാണ്. ഓക്കെ, അപ്പോൾ വളരെ സന്തോഷം. താങ്കളെ പരിചയപ്പെടാൻ പറ്റി വളരെ സന്തോഷം. ഈ യാത്ര ചെയ്യുന്നവർക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് താങ്കൾ സംസാരിച്ച് മനസ്സിലായി. അപ്പൊ ഇനിയും താങ്കൾ യാത്ര തുടരുക. ഏതെങ്കിലുമൊക്കെ ഭൂമിയുടെ കോണിൽ നിന്ന് നമ്മോട് സംസാരിക്കാം. ഓക്കെ, താങ്ക് യു. അപ്പൊ താങ്കളുടെ യാത്രയുടെ തുടക്കം ഇവിടെ നിന്നാകട്ടെ, ആ വഴിയിൽ. കുട്ടേട്ടന്റെ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് തപാലിൽ കുട്ടേട്ടൻ ലഭിക്കാൻ ഒരു എളുപ്പവഴി. 5 വിജയികളെ തിരഞ്ഞെടുക്കണം. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിലോടുന്ന സാധനം എന്താണ്? അതാണ് സൈക്കിൾ. ആ സൈക്കിളിലൂടെയാണ് നമ്മുടെ അരുൺ തഥാഗത് ഈ ലോകം ചുറ്റാൻ ഇറങ്ങുന്നത്. അപ്പോ 5 വിജയികളുണ്ട്. അവരുടെ പേര് വിവരം ഇതാണ്. ഇന്നത്തെ യാത്ര, എല്ലാ യാത്രകളും ഒരു സുഖമുള്ള കാര്യമാണെങ്കിലും ഇന്നത്തെ യാത്ര നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇനി നമ്മൾ കണ്ടുമുട്ടുക പുതിയ മത്സരാർത്ഥികളും ചോദ്യങ്ങളുമായി നാളെ രാത്രി 9 മണിക്ക്. ഗുഡ് ബൈ.